ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം: വീര്യം കുറഞ്ഞ മദ്യവും വീര്യം കൂടിയ വീഞ്ഞും. സന്തോഷമാണോ? നിങ്ങൾക്കേത് വേണം? വീര്യം കുറഞ്ഞത് വേണോ, വീര്യം കൂടിയത് വേണം? കൂടിയത് വേണമെന്ന്. പെന്തിക്കോസുകാർ സാധാരണ കുറഞ്ഞൊന്നും കഴിക്കാറില്ല, അവർ വീര്യം കൂടിയതാണ് കഴിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ രണ്ട് പ്രമുഖരായ മനുഷ്യർ, പാർട്ടിക്കാരാണ്, അല്ലെങ്കിൽ ഈ ഒരു MLA സഹിതം, MLAയുടെ അഭിപ്രായം പറയാണ്, രണ്ട് പ്രമുഖ വ്യക്തികൾ ഇങ്ങനെ ഫോണിൽ സംസാരിക്കാനിടയായി. അവർ ചോദിച്ചു, പാസ്റ്റർ ഇങ്ങനെ പല കാര്യങ്ങളെപ്പറ്റി പറയുന്നത് ഞങ്ങൾ ചില സന്ദർഭത്തിൽ യൂട്യൂബിൽ കേൾക്കാറുണ്ട്, രാഷ്ട്രീയമൊക്കെ പറയാറുണ്ടല്ലോ. ഞങ്ങളുടെ മുഖ്യമന്ത്രി VT സതീശൻ്റെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ച് എന്താണ് അവിടുത്തെ അഭിപ്രായം? ബൈബിളിൽ അതിനെക്കുറിച്ച് എന്താ പറയുന്നത് എന്നൊരാൾ. മറ്റൊരാൾ VM സുധീരനെ കുറിച്ചൊരു കാര്യം ഇങ്ങനെ സംസാരിക്കാനിടയായി. ഈ രണ്ട് കാര്യം പാസ്റ്റർ ഒന്ന് വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞു. ഒരു MLA, അദ്ദേഹത്തിൻ്റെ താല്പര്യം, പേര് ഞാൻ പറയുന്നില്ല, പേര് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിക്കോളും. പുള്ളിക്കാരൻ ഈ കാലങ്ങളിൽ ഒരു ആഗ്രഹമാണ്, VT സതീശൻ ബൈബിൾ പ്രസംഗിക്കുന്ന പോലെ എനിക്കും പ്രസംഗിക്കണം. ഞാൻ ചോദിച്ച അതിനാണ് രണ്ട് കാര്യങ്ങളാണ്. VT സതീശൻ്റെ ബൈബിൾ പ്രഭാഷണം കേൾക്കും തോറും അകത്തുനിന്ന് എന്തോ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്ന പോലെ തോന്നുന്നു പറഞ്ഞു. ഉടനെ തൻ്റെ കൂടെയുള്ളവർ പറഞ്ഞ്, പാസ്റ്റർ അത് മാത്രമല്ല, ഈ MLA സ്ഥാനം പോയാലും ലോകം മുഴുവൻ ഒരു സുവിശേഷം പ്രസംഗിക്കാമല്ലോ, അതാണ് പുള്ളിയുടെ മനസ്സിലിരിക്കുന്ന പ്ലാൻ എന്ന് തമാശം പറഞ്ഞു. അതും തെറ്റല്ല, കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പുറപ്പെട്ടു പോയി ലോകമെങ്ങും പോയി സുവിശേഷം അറിയിപ്പിൽ, അല്ലേ? കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു സജീന്ദ്രൻ കുന്നത്തുനാട് MLAയുടെ സംഭാഷണം എല്ലാവർക്കും വളരെ രസകരമായി തോന്നി. അതിലൊരു കാര്യം പറഞ്ഞത്, നമ്മുടെ പഴയ മുഖ്യമന്ത്രി അദ്ദേഹം ഇരുന്ന പോസ്റ്റെല്ലാം, അതായത് സെക്രട്ടറിയായിട്ട് 15 വർഷം ഇരുന്നു, മുഖ്യമന്ത്രിയായിട്ട് 10 വർഷം. അതുകൊണ്ട് ബാലഗോപാലൻ അദ്ദേഹം സാർ വ്യാമോഹിക്കേണ്ട, നിങ്ങൾക്കൊരു പ്രതിപക്ഷ നേതാവാൻ സാധ്യമല്ല. കാരണം താനും കുറഞ്ഞതൊരു 10 വർഷമെങ്കിലും പ്രതിപക്ഷമായ സ്ഥാനത്ത് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമെന്നൊരു ജ്യോതിഷ്യൻ പറഞ്ഞെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഒരു കാര്യം, മറ്റൊരാൾ മനസ്സുകൊണ്ട് പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ മുഖ്യമന്ത്രിയായ VT സതീശനെ നിങ്ങൾക്ക് ആർക്കും, അതായത് അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം പ്രതിപക്ഷത്തെ ഉദ്ദേശമല്ല, പിന്നെ തന്നോടുകൂടെ മുഖ്യമന്ത്രിയാകാൻ താല്പര്യപ്പെട്ടവർ കൊടുത്തൊരു മറുപടിയാണ്, അദ്ദേഹത്തെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല, അദ്ദേഹത്തിന് ഇതൊന്നും വലിയ വിഷയമല്ല, താൻ ഇപ്പോഴേ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി മാറി, ഈ സ്ഥാനമില്ലെങ്കിലും താൻ മുഴുവൻ ലോകത്ത് പോയി സുവിശേഷം പ്രസംഗിക്കും, യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായിട്ട് മാറിയിരിക്കുന്ന മനുഷ്യനാണ്, തന്നെ ഒന്നും ചെയ്യാനൊക്കില്ല. ഇതൊക്കെ നമ്മുടെ വിഷയങ്ങളായതുകൊണ്ടാണ് ഇത് രസകരമായി ഞാനും കേൾക്കാനിടയായത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് വീര്യം കുറഞ്ഞ മദ്യത്തെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ഇന്ന് വളരെ ഡിസ്കഷൻ നടക്കുകയാണ്. ഒരു ഭാഗം ഞാനും അതിന് അനുകൂലമാണ്. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ആ അഭിപ്രായം മുഴുവൻ കേൾക്കണം കേട്ടോ. പെട്ടെന്ന് ചിലപ്പോൾ ഇത് കേട്ടിട്ട് ആരെങ്കിലും കമൻ്റ് ഇടും, ഈ പെന്തിക്കോസിലെ പാസ്റ്റർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ. കമൻറ്റ് വിഷയമല്ല. ഇന്ന് കേരളത്തിൻ്റെ എക്കണോമിക്കൽ ക്രൈസിസ് നമ്മൾ നോക്കുമ്പോൾ ലോകം വളരെ അരിഷ്ടാവസ്ഥ നീങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കാലമാണ്. ഇന്നൊരു സമൃദ്ധി എന്ന് പറയുന്നത് ഇസ്രായേൽ ദേശത്തിൽ വലിയൊരു സമൃദ്ധിയുള്ള ദേശമാണ്. ഇസ്രായേലിൻ്റെ വരുമാനങ്ങളിൽ പ്രധാനമായിരുന്ന ടൂറിസം, അതിപ്പോൾ ബ്രേക്കായി കിടക്കുകയാണ്. മറ്റൊന്ന്, അവരുടെ ആയുധങ്ങൾ വിറ്റ് ലഭിക്കുന്ന പണത്തിൽ അത് ഒരു ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. കാരണം ഇറാൻ അപ്ലൈ ചെയ്യുന്ന ട്രോൾ എന്ന് പറയുന്നത്, ഉദാഹരണം പറഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപയുടെ ഒരു ട്രോളാണ് വിടുന്നെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേലോ അമേരിക്കയോ ചെലവിടുന്ന പേട്രിയാറ്റ് മിസൈൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പോസിഷൻ പ്രതിരോധ മിസൈലുകൾക്കെന്ന് പറഞ്ഞാൽ കോടികളാണ് വില. ഇവർ 100 ഡ്രോൺ വിടുമ്പോൾ അതിൻ്റെ 100,000 ഇരട്ടിയാണ് ഇവർക്ക് നഷ്ടം വരുന്നത്. എന്നാൽ ഇസ്രായേലിൻ്റെ സാമ്പത്തികതയെ പിടിച്ചു നിർത്തുന്ന ഒരു ഘടകമാണ് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ. യെശയ്യാപ്രവചനം നമ്മൾ വായിക്കുന്ന പോലെ അവരുടെ ദേശം മരുഭൂമി ഉദ്യാനമായി തീരും,
ഉദ്യാനം വനമായി തീരുമെന്നുള്ളതായ ആ സത്യം മെഡിറ്ററേനിയനിൽ നിന്ന് അവർ ടണൽ വഴിയായിട്ട് വെള്ളമൊരുക്കി സൂർ മരുഭൂമി, സീം മരുഭൂമിയൊക്കെ ഇന്ന് ഫലവൃഷ്ടിയാക്കി തീർത്തിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങളാണ് അവർ കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ആ ഫലവൃക്ഷാദികൾ ഉണ്ടാകുന്ന ഫ്രൂട്ട്സിൽ നിന്ന് അത് പണ്ടുകാലത്തിൽ മുന്തിരിയിൽ നിന്ന് വീഞ്ഞെടുക്കുന്ന പോലെ പല പഴങ്ങളിൽ നിന്നവർ വീര്യം കുറഞ്ഞ നല്ല മദ്യം ഉൽപ്പാദിക്കുന്നുണ്ട്. അത് ഒരുത്തരുടെ ശരീരത്തിന് കേടുണ്ടാകുന്നതല്ല. ഇന്ന് നമുക്കറിയാം, കേരളത്തിൽ ഒഴുകുന്ന മദ്യത്തിൻ്റെ നല്ല സിംഹഭാഗവും സിന്തറ്റിക് ആൽക്കഹോളാണ്. ഇപ്പോൾ പാലക്കാട് നിന്നൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ വന്നിരുന്നു. അതായത് SP ഓഫീസിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്. താനുമായിട്ട് താൻ തന്നെ പറഞ്ഞതാണ്, പാലക്കാട് നിന്ന് ഒരുപാട് വണ്ടികളാണ് കള്ള് കൊണ്ടുവരുന്നത്. പക്ഷേ എല്ലാം കെമിക്കലാണ്. എവിടുന്ന് കിട്ടാൻ? പണ്ട് കള്ളി എത്തുന്ന സ്ഥലമായിരുന്നു കുട്ടനാട്. ആ കുട്ടനാട് പ്രദേശങ്ങളിൽ നല്ല കള്ള് കിട്ടുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ തെങ്ങില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം സിന്തറ്റിക്കും കെമിക്കലും ചേർത്താണ് ഈ മനുഷ്യൻ്റെ അവൻ്റെ അകത്ത് ഓർഗൻസ് എല്ലാം അടിച്ചു പോകുന്ന ആ സിന്തറ്റിക് മയക്കുമരുന്നും സിന്തറ്റിക് മദ്യമാണ് കേരളത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് ധാരാളമായി ഒഴുകുന്നു. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ആഭ്യന്തരമന്ത്രി പെരുമ്പാവൂരിലെ ഇതിൻ്റെ തുഫാൻ ഓർഗനൈസ് ചെയ്ത സമയത്ത് റിപ്പോർട്ട് കണ്ടല്ലോ, എന്തുമാത്രം മനുഷ്യരാണ് ചത്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു ബംഗാളി പറഞ്ഞിരിക്കുന്നൊരു കാര്യം, 2 വർഷം കൊണ്ട് തീരുന്ന മയക്കുമരുന്നാണ് പലരും കഴിച്ചുകൊണ്ടിരിക്കുന്നത്, സിന്തറ്റിക് മയക്കുമരുന്ന്. ഇനി മാക്സിമം പോയാൽ കുറച്ചുകൂടെ കൂടിയതാണെങ്കിൽ, വീര്യം കുറഞ്ഞതാണെങ്കിൽ 5 വർഷത്തിൽ കൂടി ചെയ്യുക. ഒരുപാടെണ്ണം മരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രിയരെ, ഇങ്ങനെയുള്ളതായ സിന്തറ്റിക്കും ഇതിനെല്ലാം പ്രതിരോധിക്കാൻ മനുഷ്യന് അല്പസ്വല്പം ലഹരി ആവശ്യമാണെന്നുള്ളതാണ് സർക്കാരിൻ്റെ, അതിനെയാണ് ഇപ്പോൾ അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ ബൈബിളിൽ എന്താണെന്ന് ചോദിച്ചാൽ, ബൈബിൾ നമുക്കറിയാം, ബൈബിൾ കൊടുക്കുന്ന ഒറിജിനൽ സാധനങ്ങളാണ്. ഈ പറഞ്ഞ പോലെ സിന്തറ്റിക്കോ കെമിക്കലോ അല്ല. യേശു കർത്താവ് തന്നെ കനാവിൽ കല്യാണത്തിന് വീഞ്ഞുണ്ടാക്കി. നല്ല വീഞ്ഞായിരുന്നു. അത് നല്ല ഗുഡ് വൈൻ എന്നാണ് എഴുതിയിരിക്കുന്നത്, വെരി ഗുഡ് വൈൻ. അപ്പോൾ അത് മനുഷ്യർക്ക് ദോഷം ചെയ്യുന്നതല്ല. പക്ഷേ ഈ കെമിക്കല്, സിന്തറ്റിക് മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നതാണ്. അതിനാണ് പരിഹാരം കേരളത്തിലുണ്ടാകേണ്ടത്. ആ ഒരു ദേശത്തോടെയാണ് എങ്കിൽ കേരള ഗവൺമെൻറ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് കാർഷിക മേഖലയെ വർദ്ധിപ്പിക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുന്ന് മാത്തുക്കുട്ടി ഒരു വീഡിയോ എടുത്തുകൊണ്ട് പോയി. നമ്മൾ കുറേ ഫലവൃക്ഷങ്ങളും തൈകളും വെട്ടി മാറ്റേണ്ടതായിട്ടൊരു സാഹചര്യം ഉണ്ടായ കഴിഞ്ഞ ദിവസം. ബാക്കി ചിലതെല്ലാം പിടിക്കാനായിട്ട് പലരും എന്നെ വിളിച്ചു. പക്ഷേ കണ്ടിട്ട് വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ പറയും, ദൈവം അനുവദിച്ച് ഇനിയും കുറേയെല്ലാം വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാ ബാലൻസ് ഗ്രൗണ്ടിലും ഗവൺമെൻറ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തണം. എല്ലാവിധമായ ഫ്രൂട്ട്സും, നിങ്ങൾ ഈ മൂന്നാലൊക്കെ ചെന്നാൽ അവിടെ ഒരു സായിപ്പ് 100 ഏക്കർ ഈ ഫ്രൂട്ട്സിൻ്റെ ആപ്പിളും അതുപോലെ ലിച്ചി എന്ന് പറയുന്നുണ്ട് 7-8 ടൈപ്പ് വെറൈറ്റിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസിൽ ഒരേ ഫലത്തിൽ തന്നെ വിഷത്തിൻ്റെ 7 വെറൈറ്റീസ് ഉണ്ടാക്കുകയാണ്. ആപ്പിൾ 4 വരെ കിട്ടും. അത് കണ്ടപ്പോഴാണ് ബാബു ജോർജ് എനിക്കും ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് വിസിറ്റ് ചെയ്തപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് തോന്നി പിടിച്ച സ്ഥലം വേണം. ഞങ്ങളങ്ങനെ പാസ്റ്റർ ടിവിയോട് പറഞ്ഞാൽ ആപ്പിളും ഫ്രൂട്ട്സൊക്കെ വിളയുന്ന സ്ഥലമാണ് കാന്തല്ലൂർ. ആ കാന്തല്ലൂർ നമുക്കൊരു വേലസ്ഥലം തുടങ്ങണം. അദ്ദേഹം പറഞ്ഞു, ശരി, സ്ഥലം വാങ്ങിച്ചു. ചെറിയാകുഞ്ഞും ബാബു ജോർജും നിങ്ങൾ എത്ര എടുക്കും? ഞാൻ പറഞ്ഞു, ഞങ്ങൾ പകുതി എടുക്കാം. അദ്ദേഹം പകുതി കാശ് കൊടുക്കണം. ഞങ്ങളോട് സ്ഥലവും വാങ്ങിച്ചു. ഇപ്പോൾ അവിടെ ഫെയ്ത്തുമുണ്ട്. കാരണം ഈ പ്രകൃതിയോട് നമുക്ക് വലിയ സ്നേഹം ഉണ്ടായിരിക്കണം. എന്നാൽ നമ്മുടെ ചില ആളുകൾ പോലും പ്രകൃതി ഇത് വെട്ടി നശിപ്പിക്കുന്നവരുണ്ട്. ഇതൊക്കെ പ്രതിഷ്ഠയ്ക്ക് വിരോധമാണെന്നാണ്. ഉപദേശി, നീ മരത്തെ കൈവച്ചാൽ നിന്നെ ദൈവം വെട്ടുമെന്ന് ഞാൻ ഒരുത്തിനോട് പറഞ്ഞു. കാരണം പല വൃക്ഷമുള്ള വൃക്ഷത്തെ വെട്ടരുതെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു ഫെയ്ത്തോം ചേർന്ന് നമ്മുടെ ഉപദേശി ഒരു 3-4 മരങ്ങളെ വെട്ടിക്കളയും, നല്ല ഫലങ്ങൾ. ചോദിച്ചാൽ പറയും, ഇവിടെ ടൈൽസ് ഇടാൻ പോകാൻ. അതെന്താ? അപ്പോൾ അടുത്ത മരം വെട്ടുന്നതിന് മുമ്പ് വിശ്വാസികൾ പോലും തൊട്ട് പോരുന്നു. ഉപദേശി സഹോദരന്മാർക്ക് വയ്യാങ്കിൽ ഞങ്ങളുടെ പെണ്ണുങ്ങളെ ഇറക്കി ഞങ്ങൾ തൂത്തോളാമെന്ന് പറഞ്ഞു കരികരാക്കി. അപ്പം അങ്ങനെ കൂടെ ഒട്ട് കേട്ടു. അപ്പോൾ ഈ ആത്മീയരെന്ന് അഭിമാനിക്കുന്നവർ പോലും ദർശനമില്ലാത്തൊരു കാഴ്ചപ്പാടിലാണ് ഭൂമിയിൽ ജീവിക്കുന്നത്. അവരുടെ പാദം നിലത്തല്ല നിൽക്കുന്നത്. ഒരു പാസ്റ്റർ സാമൂൽ പറഞ്ഞ പോലെ, അച്ചായ നമ്മൾ നിലത്താണ് കാലുകുത്തി നിൽക്കുന്നതെന്ന് ഓർത്തോളം പറഞ്ഞു. ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം
കാല് നിലത്ത് തന്നെ കുത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യം നമ്മൾ അറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഗവൺമെൻറ് ഓൾ കേരളാവിലൊരു പുതിയ സിസ്റ്റം കാർഷിക മേഖലയെ വർദ്ധിപ്പിക്കണം. അതിന് വേണ്ടിയുള്ള എത്രയോ ടെക്നോളജി ഉണ്ട്. അതിന് ഇസ്രായേലിൽ പോയി പഠിക്കട്ടെ. പഠിച്ചതിന് ശേഷം അതിനെ പ്രോത്സാഹിപ്പിക്കാമെങ്കിൽ ഇന്ന് വിദ്യാസമ്പന്നരും നല്ല കാഴ്ചപ്പാടുള്ള കേരളത്തിലെ യുവജനതകൾ അവരെന്ത് ചെയ്യും? അതിന് മുന്നോട്ടിറങ്ങും. അതിൽ നിന്ന് കിട്ടുന്ന ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉള്ളതായ ഫലങ്ങൾ, അതിൽ നിന്ന് മദ്യം ഉണ്ടാക്കാമല്ലോ. ആ ലഹരി ഒരിക്കലും മനുഷ്യർക്ക് ദോഷം വരികയില്ല. അതാണ് ഗവൺമെൻറ്റിൻ്റെ പിന്നാമ്പുറം പറയുന്നെങ്കിലും, അല്ല മുന്നിൽ പറയുന്നെങ്കിലും, ആ പിന്നാമ്പുറത്തും ഉദ്ദേശമാണെങ്കിൽ അത് സക്സസ് ആകും. ദൈവം അതിനെ അനുഗ്രഹിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള വീര്യം കുറഞ്ഞ് മദ്യത്തിന് ഞങ്ങൾ അനുകൂലിക്കുന്നു. കാരണം ബൈബിളുണ്ട്. തീമോഥെയോസിനോട് പറയുമ്പോൾ നിന്റെ അജീർണം നിമിത്തം എന്ത് ചെയ്യണം? നീ അല്പം വീഞ്ഞ് സേവിക്കാം എന്ന് അപ്പോസ്തലൻ പറയുന്നില്ല. അത് തെറ്റല്ലല്ലോ. കാരണം ആ ദേശത്തിലെ ദേശീയ പാനീയമാണ് വീഞ്ഞ്. അത് സിന്തറ്റിക്കും അല്ല, കെമിക്കലും അല്ല, ഒറിജിനൽ ദ്രാക്ഷരസത്താണ്. നിങ്ങൾ മുന്തിരിങ്ങ തിന്നുമല്ലോ, അത് ജ്യൂസ് അടിക്കുമല്ലോ, അതിൻ്റെ ഒരു വകഭേദം തന്നെ. അപ്പോൾ ആ ഒറിജിനാലിറ്റി ദോഷം ചെയ്യുന്നില്ല. നേരെ മറിച്ച് അത് ആർട്ടിഫിഷ്യലാക്കി മാറ്റി കഴിയുമ്പോഴാണ് ഇനി അതുപോലെ തന്നെ ദോഷമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ പാക്കറ്റ് പാൽ കൊണ്ടുള്ള കുടി നിർത്തി, ചായ എല്ലാം നിർത്തി. മറ്റത് 8 ചായയൊക്കെ ഞാൻ ദിവസം കുടിക്കാമെന്ന് പറഞ്ഞു. ഈ ജോലിയുള്ള ബന്ധത്തിൽ ഒരു ദിവസം 8 ചായക്കടന്ന് കുടിക്കും. പക്ഷേ വയറ് വീർക്കാൻ തുടങ്ങി, തടി വെക്കാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടറെ പോയി കണ്ടപ്പോൾ പറഞ്ഞു, ഇത് പാലിനുണ്ടാകുന്ന കെമിക്കൽ ആക്ഷനാണ്. ഒറിജിനൽ പാലല്ല. ഇപ്പോൾ പാക്കറ്റിൽ കിട്ടുന്ന പല പാലും ഒറിജിനലല്ല. ഞാനതുകൊണ്ട് ആ ഡോക്ടറുടെ അഡ്വൈസിൽ പാലും നിർത്തി. അതിനുശേഷം എനിക്ക് 8 കിലോ വെയിറ്റ് കുറഞ്ഞു, തൻ്റെ ശരീരത്തിന് ഷേപ്പുണ്ടായി, തൻ്റെ സംസാരത്തിന് ഊർജ്ജസ്വലതയുണ്ടായി. പുള്ളി പറയുന്നത്, എനിക്ക് ഗവൺമെൻറ് ജോലി കുറച്ചുകൂടി ഉത്സാഹത്തിൽ ചെയ്യാൻ സാധിക്കുന്നവൻ. അപ്പം ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ് മദ്യം മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന പല സാധനങ്ങളും, കോഴി ഏറ്റവും വലിയ വിഷമാണ്. അത് അഡിക്റ്റായിരിക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ മദ്യം കുടിക്കുന്ന പോലെ കോഴി തിന്നായിരിക്കാൻ ഒക്കത്തില്ല. എത്രയോ ഭാര്യമാർ പറയുന്നു, എൻ്റെ ഭർത്താവിനെ അടുപ്പിക്കാൻ കൊള്ളത്തില്ലെന്നാണ്. എന്താ കാരണം? ഈ കോഴിയെ തിന്നുന്നതുകൊണ്ട് വായുനാറ്റം. ചില ഭർത്താക്കന്മാർ ഭാര്യമാരോട് നീ അടുത്ത മുറി പോയി കിടന്നോളാണ് പറയുന്നത്. കാരണം ഈ കോഴിയൊക്കെ തിന്നിട്ട് വായു എങ്ങനെ സഹിക്കുമെന്ന് പറയാം. അവിടെ ഇതെല്ലാം കൂടെ നിയന്ത്രിക്കണം കേട്ടോ. പെന്തക്കോസ്തുകാർ പ്രത്യേകിച്ച് ഈ കോഴിയെ തീറ്റലും പാക്കറ്റ് പാൽ കുടിയും ഇതെല്ലാം അവസാനിപ്പിക്കണം. ഒന്നും കേട്ടരുത് അതിന്. അങ്ങനെ നോക്കിയാൽ പിന്നെ എന്താ ബാക്കിയെന്ന് ചോദിച്ചാൽ, എന്നാലും ജീവിക്കാൻ അത്യാവശ്യമൊക്കെ ഉണ്ട്. ഞാനിവിടെ ഫെയ്ത്തുകാർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കടയിൽ ചെന്ന് തുണ്ടമ്മീനൊന്നും വാങ്ങിക്കണ്ട, ഈ പാക്കറ്റ് പാലും വാങ്ങിക്കണ്ട. ഒന്നുമില്ലെങ്കിലും ഒരു ചമ്മന്തിയും, അത് തേങ്ങയിൽ നിന്ന് കിട്ടുന്നതല്ലേ, കുറച്ച് വീര്യം കുറഞ്ഞിരിക്കുമല്ലോ വിഷം. ഒരു ചമ്മന്തി, ഒരു രസവും, നല്ല പാല്, നാടൻ പാൽ ഇവിടെ കിട്ടും, അത് വാങ്ങിച്ചിട്ട് മോരും കുഴിച്ചാൽ അതൊക്കെ മതി. എന്തെങ്കിലും കഴിച്ചാൽ പോരെ. ഇത് പോയി ഏറ്റവും വലിയ തുണ്ടമ്മയും വാങ്ങിക്കും. ഞാൻ കോഴിക്കോടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഫ്രീസർ റൂമിൽ ഇതുപോലെ നമ്മുടെ ഇത്രയും വലിയ 100 അടി നീളത്തിൽ ഇത്രയും വലിയ ഹാളാണ്, അത് ഫ്രീസറാണ്. അവിടെ ഈ മോതയൊക്കെ ഉണ്ടല്ലോ, 10, 30, 40 കിലോയുള്ള മോതയിൽ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക, ഷോറൂമിൽ വെച്ചിരിക്കുന്ന പോലെ. ഞാൻ ചോദിച്ചപ്പോൾ ഇതിന് എംബാം, മനുഷ്യൻ ശരീരം ബോഡി ചെയ്യാതിരിക്കാൻ വേണ്ടി എംബാം ചെയ്യുന്ന പോലെ കുത്തിവെച്ചിരിക്കുകയാണ്. 1 വർഷം കഴിഞ്ഞാൽ ഒരു കേടും വരത്തില്ല. 1 വർഷം കഴിഞ്ഞെടുത്താൽ ചോര വരുന്നതാണ്. ഇതാണ് മനുഷ്യൻ തിന്നുന്നത്. നോക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചാൽ മനുഷ്യൻ്റെ വയറുചാളിൽ നിൽക്കും, പിന്നെ ആരോഗ്യമുണ്ടാകും, കുറച്ചുകൂടി ഊർജ്ജസ്വലതയുണ്ടാകും. ഇതെല്ലാം ആവശ്യമില്ലാത്തുള്ള ഈ കെമിക്കൽ തിന്ന് നമ്മുടെ മൈൻഡും വളരെ പോസ്റ്റയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് മദ്യം മാത്രമല്ല, ഇങ്ങനെയുള്ള പല സാധനങ്ങളെയും നിയന്ത്രിക്കാൻ ഗവൺമെൻറ്റും ശക്തമായ മുൻകരുതൽ എടുക്കണം, ഗവൺമെൻറ് ബോധവാന്മാരാക്കണം എന്നാണ്. അതുകൊണ്ട് സതീശൻ്റെ ഈ വീര്യം കുറഞ്ഞ മദ്യം ഈ രീതിയിലാണെങ്കിൽ ഞങ്ങൾ പെന്തക്കോസ്തുകാരുടെ അതിനെ വിളിക്കാം. ഫ്രൂട്ട്സ്, കാർഷിക മേഖല വർദ്ധിപ്പിച്ചിട്ട്. അപ്പോൾ ഒരാൾ ചോദിച്ചു, VM സുധീരനെ കുറിച്ച് എന്ത് പറയുന്നത് ചോദിച്ചു. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. ഞാൻ 1975, 76, 77, 78 കാലയളവിൽ ഞങ്ങൾക്ക് നെടുമുടി ബസ് സ്റ്റാൻഡിൽ ബിസിനസ് ഉണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് മണ്ഡലം കമ്മിറ്റി ഓഫീസാണ് ഇവരുടെ പാർട്ടി. അവിടെ AK ആന്റണി സാറും സുധീരൻ സാറും ഒക്കെ ഇങ്ങനെ വരിക, ഞങ്ങൾ പരിചയപ്പെടുക. എൻ്റെ ഫാദറും ഒക്കെ ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ട് സംസാരിക്കുകയും നല്ല മനുഷ്യരാണ്. അവരെ നമ്മളത് വിമർശിക്കേണ്ട. VM സുധീരൻ സാറിൻ്റെ ദർശനം എന്ന് വെച്ചാൽ മദ്യവിമുക്ത കേരളം എന്നാണ്. പണ്ട് ഞാനൊരു എവിടെ ബസ്സിലെങ്ങാണ്ട് പോകുന്ന സമയത്താണ് ഒരു ഡയലോഗ് കേട്ടു. ഇരിങ്ങാലക്കുടക്കാരൻ നമ്മുടെ ഇന്നസെൻ്റ് ചേട്ടൻ്റെ ഒരു ഡയലോഗായിരുന്നു. അത് പകുതിയെ കേട്ടുള്ളൂ, ശരിയായിട്ട് കേട്ടില്ല. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നതാണ്, ഗാന്ധിജിയുടെ സ്വപ്നം
ഏതോ ഒരു ക്ലിപ്പിട്ടതായിരിക്കും. ഗാന്ധിജി കണ്ട സ്വപ്നം എന്താ? മദ്യവിമുക്ത കിരാമെന്നോ കിരാശി എന്ന് പറഞ്ഞ ശേഷം കേരളം. അപ്പോൾ ഗാന്ധിജിയുടെ സ്വപ്നം, ഗാന്ധിജിയുടെ ശിഷ്യനായ സുധീരൻ സാറിന് അങ്ങനെ ഒരു ദർശനം ഉണ്ടെങ്കിൽ തെറ്റല്ല. കേരളം മദ്യവിമുക്തമാക്കണം. പക്ഷെ താൻ ആയസിൽ തപസ്സിരുന്നാൽ കേരളത്തിലെ ഇന്ത്യയിൽ നടക്കാൻ പോകുന്നില്ല. നാളെ മദ്യം മൊത്തമായി നീക്കിയാൽ പോലും വ്യാജമായ മദ്യം കൂടുതലായിട്ട് ഒഴുകുകയും അത് ദോഷം ചെയ്യുന്നതുകൊണ്ടാണ് കുറേയൊക്കെ അനുവദിക്കുന്നത്, ഗവൺമെൻറ് അനുവദിക്കുന്നത്. സുധീരൻ സാറിന് പറ്റിയ പരിപാടികൾ എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ ആശയങ്ങൾ നടപ്പാക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ഞങ്ങളുടെ കൂടെ പോരുക, അല്ലേ? പെന്തിക്കോസുകാരുടെ പോരുക, തനിക്ക് മനസമാധാനത്തോടെ ഇനിയുള്ള കാലം. അല്ല കോൺഗ്രസിനെ നന്നാക്കിയിട്ട് തൻ്റെ ആദർശങ്ങൾ നടപ്പാക്കാൻ വിചാരിച്ചാൽ അദ്ദേഹം പരാജയപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം യഥാർത്ഥമായ ഒരു പെന്തിക്കോസുകാരനായി തീരേണ്ട കാലം കഴിഞ്ഞു. യഥാർത്ഥ പെന്തിക്കോസ്, 2 പെന്തിക്കോസ് ഉണ്ട് കേട്ടോ. യേശു പറഞ്ഞില്ല സാക്ഷാൽ മുന്തിരിവള്ളി, ഞാൻ സാക്ഷാൽ വെളിച്ചം. സാക്ഷാൽ എന്ന് പറഞ്ഞ് ഒറിജിനൽ. അപ്പോൾ ഇതിന് പാരലായിട്ട് തന്നെ തെറ്റായ പെന്തിക്കോസ് ഒരുപാടുണ്ട്. തെറ്റായ പാസ്റ്റർമാരുണ്ട്, തെറ്റായ പ്രവാചകന്മാരുണ്ട്. ഇവർ കാശുണ്ടാക്കാനും സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അനേക വ്യാജ പാസ്റ്റർമാർ ഇന്ന് ലോകത്തിലുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആട്ടിൻ തോലടിഞ്ഞ ചെന്നായ്ക്കൾ നോക്കണം. ആട്ടിൻ തോലടിച്ച ചെന്നായ്ക്കൾ എന്ന് പറയുന്ന ഒരു കൂട്ടം സുവിശേഷ പ്രവർത്തകർ വെറും പണം സമ്പാദിക്കാനും മാർഗത്തിന് ദോഷമുണ്ടാക്കാനും ഇറങ്ങിത്തിരിക്കുന്നു. തെറ്റുകൾ ആർക്കും വരാം, ഏത് പുണ്യവാദനും തെറ്റ് വരാം. പക്ഷേ ആ തെറ്റിനെ തിരുത്തിക്കൊണ്ട് ദൈവഭയത്തോടെ ജീവിക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവം വഴി തുറന്നു. ഇല്ലാത്തവരെ ദൈവം പറഞ്ഞു ഞാൻ നിന്നെ ഒരു നാളും. അതുകൊണ്ട് ഈ വ്യാജ പെന്തിക്കോസുകാരും വ്യാജ പാസ്റ്റർമാർ വ്യാജ പ്രവാചകന്മാരെ കണ്ടിട്ട് ഇതാണ് പെന്തിക്കോസ് എന്ന് ചോദിച്ചാൽ അതല്ല പെന്തിക്കോസ്. അപ്പോൾ ആ പെന്തിക്കോസിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ അവിടെയും ദൈവരാജ്യത്തെന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർ ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം. ഇനി വീഞ്ഞിനെ കുറിച്ച് നമുക്ക് 1-2 വാക്യങ്ങൾ വായിച്ചു നോക്കാം. യെശയ്യാപ്രവചനം 25-ാം അധ്യായത്തിന് 6-8 വായിക്കുമ്പോൾ മൃഷ്ടാന ഭോജനം കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഞാൻ ഈ പർവ്വതത്തിൽ ഒരു വിരുന്ന് തൻ്റെ ജനത്തിന് വേണ്ടി ഒരുക്കുമെന്നാണ്. സകല ജനങ്ങൾക്കും ഒരു വിരുന്ന് ഞാൻ ഒരുക്കുമെന്നാണ്. സകല ജനങ്ങൾക്കും, യഹൂദന്മാർക്ക് മാത്രമല്ല സമസ്ത മനുഷ്യർക്കും സകല ജാതികൾക്കും ഒരു വിരുന്ന് ഞാൻ ഒരുക്കും. അടുത്തത് കൊടുമയാണ് പദാർത്ഥങ്ങൾ എന്നാണ്. ഒരിക്കൽ ഞങ്ങൾ വഴി കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു, നിങ്ങളെവിടാ? അപ്പോൾ എറണാകുളത്താന്ന് പറഞ്ഞു. നിങ്ങളെവിടാന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ അവരൊരു സ്റ്റാർ ഹോട്ടലിലാണ് കേട്ടോ. അപ്പോൾ പാസ്റ്ററെ ഏതായാലും വാ നമുക്കിന്ന് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് ഒരു ഭക്ഷണം കഴിക്കാം. ഞാൻ അതുവരെ സ്റ്റാർ ഹോട്ടലിൽ നിന്നും കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ഒരാൾ പറഞ്ഞു ഏതായാലും ചാൻസ് ഇല്ല, നമുക്ക് നോക്കാം സ്റ്റാർ ഹോട്ടലിലെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. അവിടെ ചെന്നപ്പോൾ ഒരു നിശ്ചിത തുക അടയ്ക്കണം. 1500, 2500, 4000 എന്നൊക്കെ പറഞ്ഞൊരു ഫുഡിൻ്റെ വിലയാണ്. നിങ്ങൾക്ക് അവിടെ നിന്നുകൊണ്ട് കുറേ മണിക്കൂറുകൾ ഇത് കഴിക്കാം. അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് മൃഷ്ടാന ഭോജനങ്ങൾ. നമുക്കിഷ്ടമുള്ള കഴിക്കാം, എന്തുമാത്രം വേണേലും കഴിക്കാം. യൂറോപ്പിൻ്റെ അമേരിക്കയിലൊക്കെ ചെന്ന് ആപ്പിൾ പറിക്കുന്ന പോലെയാണ്. ഒരു ചെറിയ പീസ് അടച്ചു കഴിഞ്ഞാൽ ആപ്പിൾ തോട്ടത്തിൽ കയറിയാൽ എത്ര ചാക്ക് ആപ്പിൾ വേണേലും പറിച്ചോട്ട് പോരാം. ഈ അടുത്ത സമയത്ത് നമ്മുടെ പുതുപ്പള്ളി അച്ഛൻ ഭാര്യയും കൂടെ ഓസ്ട്രേലിയയിലും അമേരിക്കയിലും മുമ്പ് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ആപ്പിൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത്യാഗ്രഹം കൊണ്ട് പറിച്ച് കൂട്ടുകയാണ്. പക്ഷേ ഇത് ചുമന്നുകൊണ്ട് പോകണ്ടേ, അതുകൊണ്ട് അവിടെ തന്നെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഒരു ചെറിയ എമൗണ്ട് അടിച്ചാൽ ആവശ്യത്തിന് പറിച്ചെടുക്കാം. അത് നല്ല സൂപ്പർ കാശ്മീർ ആപ്പിളാണ്. നമ്മൾ ആൻഡമാൻസിലിരിക്കുന്ന സെൻട്രൽ പാസ്റ്റർ കാശ്മീരിൽ ഇരുന്ന ആളാണ്. പുള്ളി എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ പുള്ളി എന്നോട് പറയുന്നു കാശ്മീർ ആപ്പിൾ അതാണ് കഴിക്കുന്നത്. ഞാൻ കഴിച്ചിട്ടുണ്ട്. എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡൊക്കെ ഇത് കാശ്മീരിലെ അവരവിടെ ജോലിയായ സമയത്ത് കൊണ്ടുവരും. അതാണ് ആപ്പിള്. അപ്പോൾ അതുപോലെയുള്ള ആപ്പിളാണ് ഈ പറഞ്ഞ ദേശങ്ങളിൽ കാണുന്നത്. അപ്പം ഇത് തന്നെ കേരളത്തിൽ വരട്ടെ. അപ്പോൾ ഇവിടെ പറയുന്ന മിഷ്ടാന ഭോജനങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങളായ സ്റ്റാർ ഹോട്ടലിൽ കയറിയപ്പോൾ ഇതുപോലെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഒരു വലിയ റൂം, ഒരു വലിയ ഹോൾ നിറച്ച് ഇഷ്ടമുള്ള നമുക്ക് കഴിക്കാം. അതിന് എത്ര കഴിച്ചാലും ഈ ഒരു എമൗണ്ട് കഴിച്ചില്ലെങ്കിലും കൊടുക്കണം. ഞങ്ങളുടെ ഒരു സഹോദരൻ എന്തോ ഒരു അതിർത്തി തോന്നി. പുള്ളി പറഞ്ഞു എനിക്ക് പനിയുണ്ട്, അതുകൊണ്ട് ഞാൻ പൊടിയരിക്കഞ്ഞ് കുടിച്ചോളാം എന്ന് പറഞ്ഞ് പെയ്ത്തോൽ പോയി പൊടിയരിക്കഞ്ഞ് കുടിച്ചു. ചിലർക്ക് അതാണ്. മിഷ്ടാന ഭോജനങ്ങൾ നിരത്തി വെച്ചാലും
ഈ പൊടിയരി കഞ്ഞി കുടിക്കാനുള്ള ഭാഗ്യം അവർക്ക് ഉള്ളു. പുള്ളിക്ക് അസുഖം തന്നെ ഞങ്ങൾക്കറിയാം. പുള്ളി എന്തോ ഒരു അതിർത്തി. എനിവേ വൈശ്യ ഭക്ഷാനുഭോജനം മലയാളത്തിൽ വായിച്ച് ഈ പർവ്വതത്തിൽ എന്ന് പറയുന്ന ദൈവം സ്ഥാപിക്കാൻ പോകുന്ന സ്ഥാപിച്ചിരിക്കുന്നതായ ദൈവത്തിന്റെ സഭ, പർവ്വതങ്ങളുടെ മുകളിൽ ശിഖരങ്ങളിൽ സ്ഥാപിക്കപ്പെടുന്ന ദൈവത്തിന്റെ സഭയാണ്. ഒരുപാട് വാക്കുകൾ നമുക്കുണ്ട്, അതെല്ലാം എടുക്കാൻ പറ്റത്തില്ലല്ലോ. എങ്കിലും മീഖായുടെ പുസ്തകം 4-ാം അധ്യായത്തിലും അതുപോലെ യെശയ്യാ പ്രവചനത്തിന്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ അന്ത്യകാലത്ത് ദൈവം സ്ഥാപിക്കാൻ പോകുന്ന ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ ജനത്തിന് ഈ പറഞ്ഞ വിരുന്നൊരുക്കുമെന്നാണ്. അതും വായിക്കേണ്ട. എന്നാൽ വേറൊരു വാക്യം വായിക്കും. യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അന്ത്യകാലത്തിൽ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. വായിക്കാം. യോവേൽ 2-ാം അധ്യായം 2. അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഒരു വാഗ്ദത്തം പറഞ്ഞതിന് ശേഷം ദൈവം പറയുന്നു, അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നോക്കണം. അപ്പൊ ഈ ഒരു ആത്മപകർച്ചയുടെ ഒരു പ്രവചനമാണ് നമുക്ക് കാണുന്നത്. ഇത് തന്നെയാണ് പെന്തക്കോസ്ത് നാളിൽ പത്രോസ് അപ്പോസ്തലൻ അവരെല്ലാം കൂടി 120 പേര് സഹീയോൻ മാളിൽ കാത്തിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ഉൽപ്രാപനത്തിന് ശേഷം അവർ 40 ദിവസം ഈ സഹീയോൻ മാളിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി കാത്തിരുന്നു. യേശു പറഞ്ഞു, ഞാൻ പോയതിനു ശേഷം ഉയരത്തിൻ്റെ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. ലൂക്കോസ് സുവിശേഷത്തിൽ 24 അവസാനവും അപ്പോസ്തല പ്രവൃത്തി 1:8 നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ കാത്തിരുന്ന് ശക്തിയെ പ്രാപിക്കണം. അപ്പം ഇതൊരു പവറാണ്. ആ ശക്തിയെ പ്രാപിച്ചതായ ശിഷ്യന്മാർ 120 പേരുണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മയായ മറിയോ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ. മറിയോ അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് കത്തോലിക്കൻ്റെ അത് വെച്ചുകൊണ്ടാണ് അവർ ആഗ്രഹിച്ച്, കർത്താവേ, ഒരച്ഛൻ പറഞ്ഞ ഈ പെന്തക്കോസ്ത് നാളിൽ ഞങ്ങളുടെ യേശുവിൻ്റെ അമ്മ മറിയ അഭിഷേകം പ്രാപിച്ചില്ല, അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഏതായാലും 1 പേര് കരിസ്മാറ്റിക്കോടുകൂടി അവർ അന്യഭാഷ സംസാരിക്കാൻ ഇടയായി. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ അത് പത്രോസ് എടുത്ത് പറയുന്നൊരു സമയമുണ്ട്. 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് ജനങ്ങൾ തുള്ളിച്ചാടി സന്തോഷിച്ച് ആനന്ദിച്ച് നൃത്തം ചെയ്യുമ്പോൾ കണ്ടു നിന്ന യഹൂദന്മാർ, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നിരിക്കുന്ന യഹൂദന്മാരുണ്ടായിരുന്നു. അവരന്ന് പെന്തക്കോസ്ത് പണ്ടിക ആഘോഷിക്കാൻ വന്നവരാണ്. ഇവരെല്ലാം കൂടി ഈ ശബ്ദം കേട്ട് ഓടിക്കൂടി. ശബ്ദം കേട്ട് ഓടിക്കൂടുന്നവരുണ്ടല്ലേ, നമുക്കറിയാം. നമ്മുടെ ശബ്ദം കേട്ട് എത്ര പേര് ഓടിക്കൂടി. ഒരിക്കൽ നെടുമുടി ഫൈത്തോ പൊങ്ങയിൽ റോഡ് സൈഡിൽ ഒരു 10-15 പേരുണ്ട്. അന്ന് കൊട്ടാരക്കര വെച്ച് മറിയാമ്മ മധുരം പേര് ഒരു മൂപ്പരുമാണ്. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ് 10-15 പേരേ ഉള്ളൂ. ഭയങ്കര അഭിഷേകം. ചുറ്റുപാടും വയൽ പ്രദേശമാണ്. ഇവിടെ പൊങ്ങ, ഇപ്പുറത്ത് ചെമ്പ്, വലിയ വയൽ പ്രദേശം, വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ ഈ ശബ്ദം വെള്ളത്തിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുമല്ലോ. ജനമെല്ലാം ഓടിക്കൂടി. അവർ ധരിച്ചതെന്നറിയാവോ, ഇപ്പുറത്തൊരു നിലം മട വീഴാതെ കിടപ്പുണ്ട്, മറ്റെല്ലാം മട വീണ് പോയി. അപ്പോൾ ഈ മട വീഴുന്ന സ്ഥലം നോക്കി ഇവർ ആൾക്കാർ ബഹളം ഉണ്ടാക്കും. അപ്പോൾ ഇത് മട വീണാന്ന് പറഞ്ഞുകൊണ്ട് ഈ ശബ്ദം കേട്ടിട്ട് എല്ലാവരും കൂടി ഈ പൊങ്ങ ഫെയ്ത്തോൻ്റെ അടുത്ത് പോകും. വന്നപ്പോൾ എല്ലാവരും ആത്മാവെന്ന് പറഞ്ഞ് അന്യഭാഷ പറയുക. അവർ പറഞ്ഞ്, മേലാൽ ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ ഞങ്ങൾ എല്ലാത്തിനെയും വെള്ളത്തിൽ മുക്കിക്കളയുന്നു. ഏതായാലും ഉപദേശി പിറ്റേ ദിവസം പേടിച്ചങ്ങ് പോയി കേട്ടോ. അന്ന് മറിയാമ്മ മുതൽ പറഞ്ഞു, ഞങ്ങളെ മരിക്കാൻ തന്നെ വന്നതാ, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഞങ്ങളിവിടെ കിടന്ന് മരിക്കും. അങ്ങനെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത കാണിച്ച ആ മറിയാമ്മ മുതലൊക്കെ അവിടെ നിന്നുകൊണ്ട് വേല ആരംഭിച്ച് ഇന്നും ആ വേലയുണ്ട്. അപ്പോൾ ശബ്ദം ഉണ്ടാകും, ബഹളം ഉണ്ടാകും. ആ ബഹളം കേട്ട് ഓടിക്കൂടിയ മനുഷ്യരോട് അവർ പറയാ, ഇളയവന്മാർ വെളുപ്പാങ്കാലത്തെ പുതുവീഞ്ഞടിച്ച് തുടങ്ങിയിരിക്കുകയെന്ന് പറഞ്ഞു. ഏതാ 3 മണി നേരം വെളുപ്പാങ്കാലമാണ്, പുതുവീഞ്ഞടിച്ച് ഇവർ കിടന്ന് ബഹളം ഉണ്ടാക്കാന്ന്. വായിച്ച് 13-ാം വാക്യം വായിച്ച്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 12-13. എല്ലാവരും ഭ്രമിച്ച് ചഞ്ചലിച്ചു, ഇത് എന്തായിരിക്കുമെന്ന് തമ്മിൽ പറഞ്ഞു. ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നെന്ന് മറ്റു പുതുവീഞ്ഞ്. കാരണം ഈ പുതുവീഞ്ഞ് എന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണം മനസ്സിലാകണമെങ്കിൽ ഈ ആദ്യത്തെ മഴ പെയ്യുമല്ലോ, പുതുവെള്ളം വരുന്ന സമയത്ത് ഈ ഇവർക്കൊക്കെ, അതായത് ഈ മത്സ്യങ്ങൾക്കെല്ലാം ഭയങ്കര ആഘോഷമായി. കാരണം കുറേ നാളായിട്ട് അവർക്ക് ഈ പറഞ്ഞ മഴയില്ലാതെ വരണ്ടും വിടായച്ചും ഇങ്ങനെ ഇരിക്കുന്ന ചില തടാകങ്ങളിലൊക്കെ ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ അസ്വസ്ഥരായി ജീവിക്കുന്ന മത്സ്യങ്ങളുണ്ട്.
അല്ലേ? യെശയ്യാപ്രവചനം 24-ാം അധ്യായത്തിൽ ചേർന്നൊരു വാക്യമുണ്ട്. എന്താ? വീഞ്ഞില്ലായികയാൽ വീഥികളിൽ നിലവിളി ഉയർന്നെന്നാണ്. വായിച്ച് 24-ന്റെ യെശയ്യാപ്രവചനം 24 വായിക്കുമ്പോൾ വീഞ്ഞില്ലായികയാൽ വീഥികളിൽ നിലവിളി ഉണ്ടാകുന്നു. 11-ാം വാക്യം. വീഞ്ഞില്ലായ്കയാൽ വീഥികളിൽ നിലവിളി കേൾക്കുന്നു. വീഞ്ഞില്ലായികയാൽ വീഥികളിൽ നിലവിളി കേൾക്കുന്നു. കാരണം ഇസ്രായേൽ ദേശീയ പാനീയമാണ്. അതില്ലെങ്കിൽ നമ്മൾ ചോറ് കഴിക്കുന്ന പോലെയാണ്, ചായയും ചോറും കഴിക്കുന്ന പോലെയാണ്. അപ്പോൾ അതില്ലാത്ത നിലവിളി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മത്സ്യങ്ങൾ പുതുവെള്ളം അല്ലെങ്കിൽ നല്ല വെള്ളം കിട്ടാതെ ഈ പറഞ്ഞ കെട്ടിക്കിടക്കുന്നിടത്ത് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പെറ്റുപിരി കിടക്കും. അപ്പോഴാണ് പുതുവെള്ളം വരുന്നത്. ഇതിൻ്റെ ഉത്സാഹത്തിലാണ് ഈ പാവം മത്സ്യങ്ങൾ എന്ത് ചെയ്യും? ഒഴുക്കിനെതിരെ നീന്തി സന്തോഷിച്ച് കയറി വരും. അങ്ങനെ കയറി കുട്ടനാടൻ പ്രദേശങ്ങൾ തോടുകളിലൊക്കെ കയറി വരും. വലിയ ആറും കഴിഞ്ഞ് തോടുകൾ കയറി വരുമ്പോൾ അവരോട് വലയം കൊണ്ടിരിക്കും. 8 കിലോ 12 കിലോയൊക്കെ വാള ഉൾപ്പെടെ ആ പുതുമഴയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇതാ പുതുവീഞ്ഞ് കുടിച്ചപ്പോൾ ഒരു പ്രത്യേക ഇക്കിളി സന്തോഷം കൂടുതലുണ്ടാകും. മറ്റവരൊക്കെ ആണെങ്കിൽ ശീലിച്ചവരാണ് എന്ത് ചെയ്യും? വീഞ്ഞടിച്ചിട്ട് അല്ലെങ്കിൽ മദ്യവെച്ചിട്ട് പതുക്കെ ന്യൂട്രലായിട്ട് പോയി വീട്ടിൽ പോയി കയറും. ചുരുക്കം ചെല്ലെ വെള്ളം ഉണ്ടാക്കത്തും. ഈ പുതുവീഞ്ഞിൻ്റെ രസം കയറുന്നവർക്ക് എന്ത് ചെയ്യും? അറിയാതെ ഇക്കിളി കൂടും, സന്തോഷം കൂടും, അവരും ഇല്ലാത്ത പടിയെല്ലാം കാണിക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നത്. വായിക്കാം. പറഞ്ഞു. എന്നാൽ ഈ 120 പേരിൽ ഒരുത്തനായ പത്രോസ്, ഈ പത്രോസിനെ നമുക്കറിയാമല്ലോ, നമ്മുടെ ചീഫ് പാസ്റ്ററായിരുന്നു, ആദ്യത്തെ ചീഫ് പാസ്റ്റർ, അല്ലെങ്കിൽ കത്തോലിക്കയുടെ ഭാഷ പറഞ്ഞ ആദ്യത്തെ മാർപ്പാപ്പ. അദ്ദേഹം ചില ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് പേടിച്ചിട്ട് പോയി ഗുഹയ്ക്കകത്ത് പോയി താമസിച്ച മനുഷ്യനാണ്. ഒരു പെൺകുട്ടിയോട് പോലും പറഞ്ഞു, ഞങ്ങളെ യേശുവിനെ അറിയത്തില്ല, അവരെ അറിയത്തില്ല, അവൻ ആ ആശാരിപ്പയ്യന് ഞങ്ങളോട് ബന്ധമില്ല എന്ന് തീർത്ത് പറഞ്ഞ് പത്രോസ് ഇപ്പോൾ നമുക്ക് നല്ല ഊർജ്ജസ്വലതയായി എഴുന്നേറ്റ് ശക്തിയോടെ നിൽക്കുകയാണ്. ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില അച്ചായന്മാർ പറയും, അയലോക്കാരുമായിട്ട് സംസാരിക്കണമെങ്കിൽ അവർ പണിയും കഴിഞ്ഞ് വീട്ടുകാർ പറഞ്ഞ് ഇന്നവർ നമുക്ക് തൊന്തരവ് കൊടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് വരട്ടെന്ന് പറയും. എവിടെ പോയിട്ട് കിട്ടുന്നത്? പോയി 2 എണ്ണം വീശിയിട്ട് വരുമ്പോൾ അവർക്ക് സംസാരിക്കാനുള്ള പവർ ഉണ്ടാവുകയാണ്. അപ്പോൾ അതാണ് കള്ളിൻ്റെ പേര്. പണ്ട് ഞാൻ പാലായിരിക്കുമ്പോൾ പാലാക്കാർ പറയും, പാലാ അച്ചായന്മാർക്കൊരു പ്രത്യേക ഗുണമുണ്ട്. എന്താ? അവർ 2 ലഹരിയാണ് ആസ്വദിക്കുന്നത്. എല്ലാ പാലാ കത്തോലിക്കന്മാരും രാവിലെ പള്ളി പോകും. അന്നത്തെ കാലത്ത് പള്ളിയൊക്കെ കയറി എത്രയോ സ്റ്റെപ്പ് മുകളിലാണ് വെച്ച്, എന്നാലും അന്നൊക്കെ ആരോഗ്യമുണ്ടല്ലോ. ഇവർ രാവിലെ പോയി പള്ളിയിൽ ചെന്ന് കുർബാന കാണുമ്പോൾ അതിലൊരു ചെറിയ ലഹരിയുണ്ട്. അത് ഏതിനുണ്ട്, ഏത് പ്രാർത്ഥനയ്ക്കും അല്ലെങ്കിൽ മതസംഘടനയുടെ പ്രവർത്തനങ്ങളും അതിൻ്റെതായ ലഹരിയുണ്ട്. ആ ലഹരിയിൽ ആണ് ഇവർ കുർബാനയും കണ്ടതിന് ശേഷം പണിക്ക് പോകും. പണിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോൾ നേരെ കള്ളുഷാപ്പിൽ പോകും. ഇപ്പോൾ രാവിലെ പള്ളിയിൽ പോകും, പിന്നെ കള്ളുഷാപ്പിൽ പോകും. പക്ഷേ കള്ളുഷാപ്പിൽ പോയ കുഴപ്പം എന്താ? കാശ് കൊടുക്കേണ്ടി വരും. കാശും കൊടുക്കും, ചിലപ്പോൾ ഇന്നത്തെ തലമുറയുടെ മാനവും പോകും. അപ്പോൾ ഇവിടെ പത്രോസ് പറയുന്നു, ധൈര്യത്തോടെ പറയുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവർ വീഞ്ഞു കുടിച്ചവരല്ല. വായിക്കാം. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടെ അവരോട് പറഞ്ഞത്, യഹൂദപുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ചുകൊള്ളുകയും, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. ഇവര് നിങ്ങൾ ഉദ്ദേശിച്ച ലഹരിയല്ല, പക്ഷെ ലഹരി ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ ഈ എക്സ്ട്രാ പവർ എങ്ങനെ കിട്ടുന്നത്? നിങ്ങൾ ഉദ്ദേശിച്ച ലഹരിയല്ല, ഇത് മദ്യത്തിൻ്റെ ലഹരിയല്ല. ഈ ലഹരി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ലഹരിയാണ്. ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. അതൊരു ലഹരിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഒരു വലിയ സമൂഹം, ക്രൈസ്തവരിൽ നിന്നും അക്രൈസ്തവരിൽ നിന്നും ഇസ്ലാമിൽ നിന്നൊക്കെ ഇതിനകത്തേക്ക് ഒഴുകി വന്ന് എങ്ങനെ ഒരു ലഹരി കിട്ടിയപ്പോഴാണ്. ആ ലഹരി എന്ന് പറയുന്നത് ദോഷമില്ലാത്ത ലഹരിയാണ്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വീഞ്ഞു കുടിച്ചവരല്ല. ഇത് യോവേൽ പ്രവാചകൻ അരുളി ചെയ്ത് വായിച്ചേ. പകൽ 3 മണി നേരമേ ആയിട്ടുള്ളൂവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയത്. അതാണ് യോവേൽ പ്രവാചകൻ പറഞ്ഞത്. നമ്മൾ വായിച്ചല്ലോ, 2-ന്റെ 2-3 വാക്യത്തിൽ നമ്മൾ വായിച്ചില്ലേ, അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. വായിച്ചതായിട്ട് വായിക്കാം. അപ്പൊ ഈ ആത്മാവിനെ പകരുന്നതോടുകൂടി വായിക്കാം, സകല ജഡത്തിന്മേൽ എന്ന് പറയുന്നത് പശുവിനെയും കാളമേൽ പറയുന്നല്ല. ഒരു വേർപെട്ട സഭക്കാരൊരിക്കൽ പെന്തക്കോസ്തുകാരെ കളിയാക്കാൻ പറഞ്ഞു. അവർ പരിശുദ്ധാത്മാവിഷയത്തെ അന്യഭാഷയോട് വിശ്വസിക്കുന്നവരല്ല. അവരിതിനെ വ്യാഖ്യാനിക്കും, സകല ജഡത്തിന്മേലും പകരുന്നു കഴിഞ്ഞാൽ പശുവിൻ്റെയും കാളമേൽ പകരുന്നതാണ്. അതാണ് അവരുടെ വെളിപ്പാട്. അതുപോട്ടെ, ഇവിടെ മനുഷ്യ ജഡത്തിന്മേൽ വചനം ജഡമായി തീർന്ന പോലെ ഈ മാനുഷ്യ ജഡത്തിന്മേൽ ഈ ശക്തി പകരും. വായിക്കാം. നിങ്ങളുടെ പുത്രന്മാർ
പുത്രിമാരും പ്രവചിക്കും. പ്രവചിക്കും. നോക്കണം, പെന്തിക്കോസിന്റെ അനുഭവം വന്നപ്പോൾ കൃപാവരങ്ങൾ ജ്വലിക്കാൻ തുടങ്ങി അഭിഷേകത്തോടെ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പിന്നെ നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. എന്താ ദർശനം? ഞാൻ പറഞ്ഞില്ലയോ, VM സധീരൻ സാറിന്റെ ദർശനം എന്തായിരുന്നു? മദ്യവിമുക്ത കേരളം. നഷ്ടപ്പെടത്തില്ല, ധൈര്യമായിട്ടിരുന്നു, പുറകെ വരുന്നുണ്ട് 1000 വർഷ ഭരണം. ഈ പറഞ്ഞതിനെല്ലാം ആഗ്രഹിക്കുന്ന പോലെ, പണ്ട് സീമോന് ദീർഘായുസ് കൊടുത്ത പോലെ നമ്മുടെ സുധീരൻ സാറിനും 1000 വർഷ ഭരണം വരെ ദീർഘായുസ് കൊടുക്കട്ടെ. അദ്ദേഹത്തിന് ആ ചാൻസ് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. വായിക്കാം. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ആ, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. നിങ്ങളുടെ വൃദ്ധന്മാര് സ്വപ്നം കാണും. എന്ത് സ്വപ്നം? നിത്യതയിലേക്കുള്ള പ്രവേശനം. അതാണ് പ്രായമുള്ളവർ പറയുന്നത്. ഞാൻ പോയി കാണും, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ. വൃദ്ധനായ യോബ് പറയുന്നു, ഒരു കാലത്ത് തൻ്റെ ജീവിതത്തിൻ്റെ പരീക്ഷയിൽ എല്ലാം തള്ളിപ്പറയുകയും രാഗിയും ശപിക്കുകയും ചെയ്ത പത്രോസിനെ പോലെ ഇത്. എന്നാൽ ദർശനം പുതുപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ യോബ് പറയുന്നു, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് തന്നെ ഞാൻ പോയി കാണും. ആ, യോബിന്റെ പുസ്തകം 19:27 വായിക്കാം. എന്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം. അപ്പോൾ നമുക്കും ഇങ്ങനെയുള്ള പരീക്ഷകൾ വരാം. കൃപയാൽ അതിന് രക്ഷപ്പെടണം. ത്വക്ക് ക്ഷയിക്കും, ഹൃദയം ക്ഷയിക്കും, പിന്നെ ആ ഓരോ അവയവങ്ങൾ ക്ഷയിക്കും, തലയിൽ ക്യാൻസർ വരും, ഒക്കെ വരും. പക്ഷേ അവിടെയെല്ലാം പ്രത്യാശയുള്ള ബദ്ധന്മാരായി തീർന്നെങ്കിൽ നമുക്ക് ആ പരീക്ഷ കഴിഞ്ഞ് ജയത്തോടെ സാക്ഷി പറയാൻ, അല്ലെങ്കിൽ തോറ്റ സാക്ഷി പറയുന്നത്. ഇതൊക്കെ ഒരു ഗെയിം പോലെയാണ്. നമ്മുടെ ജീവിതത്തെ പരീക്ഷകളൊക്കെ നമുക്കൊരു ഗെയിം പോലെയാണ്. ആ ഗെയിമിൽ ഒരു കൂട്ടം ജയിക്കും, ഒരാൾ തോക്കും. തോറ്റവരെന്ത് ചെയ്യും? തലയും കൊണ്ടിട്ട പോലെ, അയ്യോ എല്ലാം പോയല്ലോ, സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കും. പക്ഷെ അത് ജയിച്ചവർക്ക് എന്ത് പറയും? എൻ്റെ ത്വക്ക് ക്ഷയിച്ചതുപോലെ. ആ, എന്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ദേഹസഹിതനായി. നോക്കണം, ദേഹസഹിതം എന്ന് പറഞ്ഞാൽ ഈ ദേഹമല്ല, നശിച്ച ത്വക്ക് പോയെങ്കിലും ഒരു രൂപാന്തര ശരീരം നമുക്ക് കിട്ടും. അപ്പോസ്തലനായ പൗലോസ് അതല്ലേ പറയുന്നത്, മരിച്ചവരുടെ പുനരുത്ഥാനം. ഇപ്പം നമുക്കറിയാം, ഈ ആഴ്ചയിൽ അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ നമ്മുടെ കൺവെൻഷൻ, ഇൻ്റർനാഷണൽ കൺവെൻഷൻ നടക്കുകയാണ്. എല്ലാ കൺവെൻഷനും ചില വിശ്വാസികളെ വിളിക്കും, പാസ്റ്ററെ വരണം, സന്തോഷത്തിന് വിളിക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് 14 മണിക്കൂറൊന്നും AC പ്ലെയിനിലിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ വരും, താമസിക്കാതെ വരും. അതെപ്പോഴാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, രൂപാന്തര ശരീരത്തിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. കർത്താവ് വരാൻ താമസിച്ചാലും കർത്താവ് ഇച്ചിരി നേരത്തെ ആ രൂപാന്തര ശരീരം തന്നാൽ ഈ പറഞ്ഞ പെൻസിൽവാനിയയിലും ഇടയ്ക്ക് മദ്രാസിൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി പാസ്റ്റർ എബ്രഹാമിനെ ഒന്ന് കാണണം, അല്ലെങ്കിൽ ലാൻഡ് വിഷയമായിട്ട് സംസാരം എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെയുള്ള സാഹചര്യം ഒരു രൂപാന്തര ശരീരം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എന്ത് കഴിയും? അപ്പോൾ അങ്ങനെ ഒരു രൂപാന്തര ശരീരത്തിന് ഞാൻ കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ കർത്താവ് ഇച്ചിരി നേരത്തെ തന്നാൽ ഇതുപോലെ ഓടി നടന്ന് മുഴു ലോകത്തിലൊരു വേല ചെയ്യാറ്. അവിടെ ഇമിഗ്രേഷൻ്റെ ആ ഓഫീസിൽ പോവുക, എംബസി പോവുക, എയർപോർട്ടിൽ പോയി കാത്തു കിടക്കുക, പ്ലെയിൻ ലേറ്റായി, ഈ മെനക്കേടൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ യാത്രയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. താമസിക്കാതെ കർത്താവ് അനുവദിച്ച് രൂപാന്തര ശരീരം കിട്ടിയാൽ പെൻസിൽവാനിയ എന്നുള്ളതല്ല, എല്ലാ രാജ്യത്തും, പ്രത്യേകിച്ച് എനിക്ക് 1-2 മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ഒന്ന്, പൗലോസ് സംബന്ധിച്ച് മാൾട്ട ദ്വീപ്, ആ ദ്വീപിൽ പോയി ഒന്ന് സാക്ഷികളൊന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളില്ല. പണ്ട് ഇസ്രായേലിൽ വേലക്കാരെ വിടുന്ന കാര്യങ്ങൾ സംസാരിച്ചു ആരും ഇല്ല. അപ്പോൾ പാസ്റ്റർ ടീനോട് ഞാൻ പറഞ്ഞു, വെച്ചാൽ ആരും ഇല്ലെങ്കിൽ എന്നെ സെലക്ട് ചെയ്ത് ഞാൻ പോകാൻ പറഞ്ഞു. പുള്ളിയൊന്നും വേണ്ടിയില്ല, പെട്ടെന്ന് പുള്ളി മരിക്കുകയും ചെയ്തു. പണ്ടൊരിക്കൽ തൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഗൾഫ് രാജ്യങ്ങളിലേക്ക് എന്നെ വിടണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വിസരിച്ച് ഞാൻ പറഞ്ഞു, അതാദ്യം സണ്ണിപ്പാസ്റ്റ് പോട്ടെ. അങ്ങനെ സണ്ണിപ്പാസ്റ്റ് വിട്ടു. അപ്പോൾ അതും ബ്രേക്കായി. കാരണം കർത്താവിനറിയാം, ഈ തുമ്മലും ചീറ്റലും ചൊക്കയുള്ള ശരീരം കൊണ്ടൊക്കെ യാത്ര ചെയ്യുന്നതിനേക്കാൾ നിനക്ക് ഞാൻ രൂപാന്തര ശരീരം തരാമെന്ന് വാഗ്ദത്വമുണ്ട്. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പ്രശ്നമില്ല, ഒരു തുമ്മലും ഇല്ല, ചീറ്റലും ഇല്ല, ഒരു കാലാവസ്ഥയും ഭയപ്പെട്ട ആവശ്യമില്ല. അത് പ്രാപിക്കും പ്രിയരെ. കർത്താവിൻ്റെ കൃപയാൽ ഞാൻ പറയുന്നു, താമസിക്കാതെ എനിക്ക് ആ രൂപാന്തര ശരീരം കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ തന്നെ 1000 വർഷം കിടക്കുകയല്ലേ, മുഴുവൻ ലോകവും സഞ്ചരിക്കാം. വിശ്വസിക്കുന്നവരൊന്ന് സ്വതന്ത്രം പറഞ്ഞ് ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വതന്ത്രം പറയിപ്പിക്കാറില്ല, എന്തെങ്കിലും അങ്ങനെ സന്തോഷം പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരു പ്രത്യാശയുണ്ട്. അതാണ് പൗലോസ്, ഈ പ്രത്യാശ നിമിത്തം ഈ ചങ്ങല ഞാൻ ചുമക്കുന്നത്, ഈ ചങ്ങല ഒഴികെ നിങ്ങളെല്ലാവരും എന്ന് പൗലോസ് പറയും. നമുക്കത് പിൻപറ്റാം. അപ്പോസ്തലന്റെ ആ വാക്കെടുത്തുകൊണ്ട് നമുക്ക് പിൻപറ്റാം. താമസിക്കാതെ വേഗം വരുന്ന യേശുവിനെ എതിരേൽക്കുവാൻ, അല്ലെങ്കിൽ അതിനു മുമ്പ് ആർക്കെങ്കിലും സ്പെഷ്യൽ കൺസെപ്ഷനോടുകൂടി
രൂപാന്തരശനം കിട്ടിയ ഒരു ഭാഗ്യവാന്മാരാണ്. ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. കർത്താവെ വരവ് താമസിച്ചടിച്ച് നേരത്തെ കിട്ടിയാൽ ഇങ്ങനൊരു പരിപാടികൾ പോകാമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അപ്പോൾ ഈ അഭിഷേകത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അതിനോടുകൂടി ആ അഭിഷേകത്തിൻ്റെ മെയിൻ പ്രധാനമെന്ന് പറയുന്നത് അന്യഭാഷ പറയുന്നതല്ല, ഈ താഴ്ചയുള്ള ശരീരം. ഫിലിപ്പിയർ 3-ാം നമ്മൾ വായിക്കുമ്പോൾ ഈ താഴ്ചയുള്ള ശരീരം തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുഭവമായി രൂപാന്തരപ്പെടുത്തും. വായിക്കാം 3:21 അല്ലേ? വായിക്കാം. அவர் எல்லாவற்றையும் தமக்கு கீழ்ப்படுத்திக் கொள்ளத்தக்க தம்முடைய வல்லமையான செய்தியின்படி നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ, தம்முடைய மகிமையான சரீரத்திற்கு ஒப்பாக, അതാണ് ഈ അഭിഷേകത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. ഈ അഭിഷേകത്തിന്റെ ശക്തിയാലാണ് ഈ ശരീരത്തിന് രൂപാന്തരം ഉണ്ടായത്. നിങ്ങൾ വിചാരിക്കുന്ന കാഹളം നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരുമാതിരി വൈബ്രേഷൻ, ഇലക്ട്രിക് കറണ്ട് അടിക്കുന്ന പോലെ ഏതോ ഒന്നുണ്ടായിട്ട് രൂപാന്തരപ്പെടുകയല്ല. ഇത് ഗ്രാജുവലി രൂപാന്തരപ്പെട്ടു പോകുന്നതാണ്. അപ്പോൾ ഈ താഴ്ചയുള്ള ശരീരം, ഈ താഴ്ചയുള്ള എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ഇത് പാപത്തിന് അടിമമായ ശരീരമായിരുന്നു. രോഗത്തിന്, ബലഹീനം, ഇൻഫോർമിറ്റി, ഇതിനെല്ലാം അടിമപ്പെട്ട ശരീരമായിരുന്നു. മാത്രമല്ല ഈ ശരീരത്തിലേക്കാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് വിതച്ചത്. ശ്രദ്ധിച്ചോളം, ഈ അഭിഷേകത്തിൻ്റെ വ്യാപാര ശക്തി നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു. ഒന്നാമത് ഇല്ല, കഥ ഒന്ന് തുറന്നില്ല, അല്ലെങ്കിൽ കുറ്റിയിട്ട് വാങ്ങില്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വചനം നമ്മളിലേക്ക് ആദ്യമായിട്ട് വീഴുന്നു. അതാണ് വിത്ത്. യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ അവൻ്റെ വിത്ത് നിങ്ങളിരിക്കുന്നു. നമ്മളൊരു വിത്ത് കൊണ്ടുപോയി മണ്ണിൽ കൊണ്ട് കുഴിച്ചെന്ന പോലെ ഈ ശരീരത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഈ വിത്തിനെ സ്വീകരിക്കുന്നു, വചനം. അതാണ് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. ആ വചനത്തിൽ എന്തുണ്ട്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 3-4 വാക്യം വായിക്കുമ്പോൾ വചനത്തിൽ ജീവനുണ്ട്, ജീവൻ മനുഷ്യരെ വെളിച്ചമാണ്. അപ്പോൾ ജീവൻ ജീവനെ പുറപ്പിക്കും. ലൈഫ് ബിഗോട്ടൻ ലൈഫ് എന്നാണ്. അപ്പോൾ ജീവനാണ് ജീവനെ പുറപ്പിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ജീവനുണ്ട്. ആ വചനം നമ്മിൽ വരുമ്പോൾ ഈ ജീവൻ കേൾക്കാൻ തുടങ്ങും. അത് വെളിച്ചമായി മാറും. ഇത് രണ്ടും നഷ്ടപ്പെട്ടതാണ്. ഏതെങ്കിലും മനുഷ്യൻ ലംഘിച്ചപ്പോൾ ആ ലംഘനത്താൽ അവന് ജീവൻ നഷ്ടപ്പെട്ടു. പാപത്തിൻ്റെ ശമ്പളം മരണം. 2, വെളിച്ചം നഷ്ടപ്പെട്ടു. ഇരുട്ടിൻ്റെ അധികാരിയായ പിശാച് അവൻ്റെ ഹൃദയത്തെ കുരുടാക്കി മാറ്റി. അപ്പോൾ ഇത് രണ്ടും വീണ്ടെടുക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ കൈക്കൊള്ളുന്നു. കർത്താവായ യേശു ദൈവത്തിൻ്റെ വചനമായിരിക്കുമ്പോൾ തന്നെ അവർ യോർദാനിൽ സ്നാനമേറ്റപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവ് പ്രാവരൂപത്തിൽ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്നൊരു വ്യക്തിത്വമുണ്ട്. ത്രിയേക ദൈവം. ഈ ത്രിയേക ദൈവം എന്നൊരു കൺസെപ്റ്റ് യഹൂദിന് പോലും പിടികിട്ടിട്ടില്ല. കാരണം ആ കാലത്തിൽ യേശു ക്രിസ്തു വരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അപ്പോൾ ത്രിയേക ദൈവം എന്ന കൺസെപ്റ്റ് യഹൂദനോ ഇസ്ലാമിനോ മറ്റു പലർക്കും അത് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഈ അടുത്ത സമയത്ത് ഒരു പ്രധാനപ്പെട്ട ആൾ ഞാൻ സംസാരിച്ചപ്പോൾ ഈ മനസ്സിലാകാത്ത കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, കാരണം നമ്മുടെയൊക്കെ ബുദ്ധി ഇത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ബുദ്ധിക്കെത്താത്ത വൻകാര്യങ്ങൾ ഞാൻ ഇടപെടുന്നില്ല. പണ്ട് ഞാൻ സൺഡേ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരു കന്യാശ്രമം ഞങ്ങളെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. സെന്റ് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഭയങ്കരമായ പാപിയായിരുന്നു, ലക്ഷറി ലൈഫായിരുന്നു. അദ്ദേഹം ഒരു വുമണൈസറായിരുന്നു. ആ അവസ്ഥയിൽ താൻ രക്ഷിക്കപ്പെട്ടു, ദൈവവിളി ഉണ്ടായി. പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടി താൻ വരുന്നതിന് മുൻപ് ആ സമയത്ത് തനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ത്രിയേക ദൈവം, ഈ ത്രിയേക ദൈവം എങ്ങനെയാണെന്നുള്ള സംശയം തൻ്റെ ഗുരുവിനോട് പോയി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് 3 മെഴുകുതിരി ഇങ്ങനെ ത്രികോണാകൃതത്തിൽ ഒന്നിച്ച് കത്തിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആ മെഴുകുതിരി ഇങ്ങനെ ഉരുകി ഒന്നായിട്ട് വീഴുന്ന പോലെയാണ്. അതും പുള്ളിക്ക് തൃപ്തിയായില്ല. 3 മെഴുകുതിരി ഇങ്ങനെ വെച്ചിട്ട് അതൊന്നിച്ച് ഒരറ്റത്തിൽ തീ കൊടുക്കുക. 3 ഒന്നിച്ചുരുകി വീഴുമ്പോൾ ഇതും തനിക്ക് തൃപ്തിയായില്ല. അങ്ങനെ താനൊരു ദിവസം ഈ ചിന്തയോടുകൂടി കടപ്പുറത്ത് ഇങ്ങനെ ഉലാവിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ മനസ്സ് മുഴുവൻ ത്രിയേക ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇതെന്ത് കളി, ഇത് 3 ഒന്നാവും. ഇതിങ്ങനെ ഞാൻ ചിന്തിച്ചിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് താനൊരു കാഴ്ച കണ്ടു. ഒരു കൊച്ചു പയ്യൻ ആ കടപ്പുറത്തിരുന്നുകൊണ്ട് ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ഈ കടലിലെ വെള്ളം ഒരു വലിയ കക്ക ഇതെടുത്തിട്ട് ഈ കക്ക കൊണ്ട് ഈ വെള്ളം ഇങ്ങനെ കുഴിക്കകത്തോട്ട് ഒഴിക്കുക. കുറേ നേരം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അഗസ്റ്റിൻ ഇത് നോക്കിയിട്ട് തനിക്കൊരു അല്പം, നീ എന്തോ ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു, ഞാൻ ഈ കടലിലെ വെള്ളം മുഴുവൻ ഈ കക്ക കൊണ്ട് ഇതിനകത്തോട്ട് വറ്റിക്കാൻ പോകാമെന്ന് പറഞ്ഞു, ഞാൻ കുഴിച്ച കുഴിയിൽ. അപ്പോൾ അഗസ്റ്റിൻ ചിരിച്ചുള്ളൂ, എൻ്റെ മോനെ നടക്കുന്ന കാര്യമല്ല, ഈ കടലിൻ്റെ ആഴം നിനക്കറിയാമോ? അതൊന്നും എനിക്കറിയത്തില്ല, എനിക്ക് ഈ വെള്ളം വറ്റിക്കണം, അതാണ് വിഷയം. അപ്പോൾ ഈ കടലിൻ്റെ ആഴം വല്ല നിനക്കറിയാമോ? ഇതൊന്നും അറിയാതില്ലേ?
പെട്ടെന്ന് ഈ കുട്ടി രൂപാന്തരപ്പെട്ട് മാലാഖയായിരുന്നു. അഗസ്റ്റിനെ, ഇത് തന്നെയാണ് നിൻ്റെ കുഴപ്പം. ഇവിടെ അല്പം പോകുന്ന നിൻ്റെ ബുദ്ധിയിൽ ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവരായ ദൈവം, ഗാലക്സികൾ, ഈ മെഗാ ഗാലക്സി എന്ന് പറഞ്ഞ 10,000-കണക്കിന് ഗാലക്സികളാണ് ആകാശത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏതോ ചില ഗാലക്സി കൂട്ടം മാത്രമാണ് സയൻറ്റിസ്റ്റിന് കണ്ടുപിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഗാലക്സി കൂട്ടങ്ങളും രാവിലെ മുതൽ സൂര്യൻ തൻ്റെ കൃത്യനിവർത്തനത്തിന് വേണ്ടി അവരുടെ വാസസ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് കൃത്യമായിട്ട് നടക്കുന്നു. വർഷങ്ങളായില്ലേ? ചന്ദ്രൻ, ഇങ്ങനെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനായ ദൈവത്തെ, അഗസ്റ്റിനെ, നിന്റെ ഈ ചെറിയ പൊട്ട ബുദ്ധിയിൽ നീ ഇത് ചിന്തിച്ച് വെറുതെ ഭാരപ്പെടണ്ട. നിനക്കത് മനസ്സിലാക്കാൻ കഴിയത്തില്ല, പക്ഷെ നിനക്ക് അനുഭവിക്കാൻ കഴിയും. ഇലക്ട്രിസിറ്റിയിൽ 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? E ഈക്വൽസ് I into R. I into R അല്ലല്ലോ, അത് ഓംസിലൂടെ കേട്ടോ. I into R എന്ന് പറഞ്ഞാൽ കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈക്വൽസ് വോൾട്ടേജ്. വോൾട്ടേജ് ആംബിയർ, പിന്നെ വാട്ട്സ്. അപ്പം W വാട്ട്സ്, അതിനകത്ത് വാട്ട്സ് ഉണ്ട്, വോൾട്ടേജ് ഉണ്ട്, കറണ്ടുണ്ട്. ഇത് 3ഉം വേർതിരിച്ചെടുക്കാനുള്ള മീറ്ററുകളുണ്ട്. പക്ഷേ നമുക്കൊരനുഭവം അറിയാം, അത് തൊട്ടാൽ നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാകും. അത് കടത്തിവിട്ടാൽ ലൈറ്റ് കത്തും. അപ്പോൾ ഇതിനെ കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ കാണുന്നൊന്നല്ല ദൈവം എന്ന് പറയുന്നത്, അനുഭവിക്കാനുള്ളതാണ്. അതാണ് അപ്പോസ്തലൻ ഞങ്ങൾ തൊട്ടതും കണ്ടതും കേട്ടതും തൊട്ടതും അനുഭവിച്ചതുമായ ദൈവത്തിൻ്റെ വചനം. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ഞാനും പിതാവ് ഒന്നാകുന്നു. ഈ മുസ്ലിം സഹോദരനായ ഒരാൾ സക്കീർ നായിക്ക് ചോദിച്ചു, യേശു ക്രിസ്തുവിൻ്റെ വായിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ദൈവമാണെന്ന്? എത്രയോ സ്ഥലങ്ങളിൽ. ഫിലിപ്പോസ് ചോദിച്ചു, പിതാവിനെ കാണിച്ചു തരണം. ഫിലിപ്പോസ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്ന യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും. അത്രയും കൃത്യമായിട്ട് പിന്നെ വിമർശിക്കേണ്ടവർക്ക് പറയാം. അപ്പോൾ അതാണ് ത്രിയേക ദൈവം. ഇങ്ങനെ ദൈവത്തിൻ്റെ കാര്യങ്ങളെ നമ്മുടെ പൊട്ടബുദ്ധിയിൽ ചിന്തിച്ചു പോകേണ്ട കാര്യങ്ങളല്ല. ഇടമറുക, യുക്തിവാദിയുടെ പ്രസിഡൻ്റായിരുന്നു ഇടമറുക. പുള്ളിക്കാരനൊരു അച്ഛനും ആരാണ്ടായിരുന്നാണ് പറയുന്നത്. അച്ഛനാൻ പഠിക്കാൻ പോയി. ആരോ ഈ ത്രിയേക ദൈവത്തെക്കുറിച്ചാണ് ചോദിച്ചു. ആ ത്രിയേക ദൈവത്തെക്കുറിച്ചല്ല, തന്നോടൊരു ചോദ്യം ചോദിച്ചു. ഒരു കൊച്ചൻ, ഇദ്ദേഹം നല്ല ഭക്തനായ ജീവിക്കുന്ന സമയത്താണ്, ക്ലാസ്സിൽ വെച്ചൊരു കൊച്ചൻ ചോദിച്ചു, യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചെങ്കിൽ എല്ലാ പാപികളും രക്ഷിക്കപ്പെട്ടില്ലേ, ഇനി എന്തിനാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്? അപ്പോൾ ഒരു പ്രാവശ്യം മരിച്ചെങ്കിൽ എല്ലാവരും രക്ഷിക്കപ്പെട്ടെങ്കിൽ പിന്നെന്തിനാ അതിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചു. എല്ലാവരും രക്ഷിക്കപ്പെട്ടല്ലോ. ആ പുള്ളിക്കാർ മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. പുള്ളി ആ കൺഫ്യൂഷനായി. അപ്പോൾ ഇതൊക്കെ ശരിയല്ലെന്ന് പറഞ്ഞ് പുള്ളി രാജിവെച്ചാണ് യുക്തിവാദിയിലേക്ക് പോയത്. ആ യുക്തിവാദിയായ മനുഷ്യൻ ഒരിക്കൽ ഇടമറുക താനിങ്ങനെ കാശിയിലും വാരാണസിയിലെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോകുമ്പോൾ അയലോക്കാരൻ ഒരു ഹിന്ദു വിശ്വാസി പറഞ്ഞു, വരുമ്പോൾ ഗംഗയിൽ നിന്ന് ഒരു കുപ്പി വെള്ളം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഗംഗ വിശുദ്ധ നദിയല്ലേ, അവിടെ നിന്ന് എനിക്കൊരു കുപ്പി വെള്ളം കൊണ്ടുവരണം. അപ്പോൾ ഇദ്ദേഹം പോയി ഗംഗയിൽ പോയി കണ്ടപ്പം മുഴുവൻ ശവങ്ങളിങ്ങനെ ഒഴുകുക. ആമയും അഴുക്കും വൃത്തികെട്ട ഒരു നദിയാണ്. അതുകൊണ്ടാണല്ലോ മോദിജി അതിനെ ശുദ്ധീകരിക്കാൻ കൽപ്പിച്ചത്. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു, ഈ വെള്ളം എങ്ങനെ കോരി കൊടുക്കുന്നത്? ഏതാ താൻ വെള്ളം എടുത്തില്ല. പക്ഷേ റെയിൽവേ സ്റ്റേഷനൊന്നും തനിക്ക് ആകെ പ്രയാസമുണ്ട്. വീട്ടുകാർ ചോദിച്ചെന്ന് പറയും, താന് ആ പൈപ്പിൽ നിന്ന്, റെയിൽവേ സ്റ്റേഷനിലെ പൈപ്പിൽ നിന്ന് ഒരു കുപ്പി വെള്ളം നിറച്ചിട്ട് ഇവർ കൊണ്ട് കൊടുത്തു. അവരത് കുടിച്ച് അവരെന്തിനു വേണ്ടി ആഗ്രഹിച്ചു അത് സാധിച്ചെന്ന്, ആ സൗഖ്യം കിട്ടുന്ന അവിടെ. എന്താ അവിടെ നടന്ന ക്രിയ? നിന്റെ വിശ്വാസം രക്ഷിച്ചു. വിശ്വാസം ഗംഗനദിയല്ല, ആ വിശ്വാസം എന്നതോ ഫെയ്ത്ത് ഈസ് ദി പവർ വിച്ച് മൂവ്സ് ദി ഹാൻഡ് ദാറ്റ് മൂവ്സ് ദി വേൾഡ്. അതാണ് ഫെയ്ത്തിനും പവറിനുള്ള വിഷയം. അതാണ് യേശു ക്രിസ്തു മനുഷ്യർ പറഞ്ഞു, നിങ്ങൾ വിശ്വാസമുള്ളവരായിരിക്കും. പക്ഷെ ആ വിശ്വാസം യഥാർത്ഥ വിശ്വാസമാണെങ്കിൽ അത് ഒരു കാലത്ത് നഷ്ടപ്പെട്ടു പോകുന്നില്ല. ബാക്കി പല വിശ്വാസങ്ങളും കാലാകാലങ്ങൾ നീങ്ങിപ്പോകുമ്പോൾ യഥാർത്ഥ വിശ്വാസം ഒരിക്കലും മാറ്റപ്പോകുന്നു. ഞാൻ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അരിയൻ്റെ തന്നെ. അപ്പോൾ ഈ വചനത്തെ കൈക്കൊണ്ടവൻ കർത്താവായ യേശു യോർദാനിൽ നിന്ന് കയറിയ സമയത്തിൽ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ അവൻ്റെ മേലിറങ്ങി, തൃത്വ ദൈവം. അപ്പോഴാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ. നോക്കണം, 3 പേരും സംയോജനമാണ്. യേശു ക്രിസ്തു പുത്രൻ വചനം, പരിശുദ്ധാത്മാവ് ആത്മാവ്, പിതാവ് വചനം. വചനമായ പിതാവ് പുത്രനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ആത്മാവ് ഇറങ്ങിയപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ. അപ്പോൾ ആ പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ല.
കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആ പിതാവിനെ കുറിച്ച് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായി പറയുന്നു, അവൻ തേജസ്സിൻ്റെ പ്രഭയും. അല്ല, എബ്രായ ലേഖനത്തിൽ ഒന്നിൻ്റെ കൊലോസ്യനെ വായിക്കുമ്പോൾ അവൻ ദൈവത്തിൻ്റെ അക്ഷയനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്, കാലസമ്പൂർണതയിൽ വെളിപ്പെട്ട ദൈവമാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഈ ബൈബിള് സുറിയാനിൽ നിന്ന് ഈ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് അന്ന് കേരളത്തിൽ ക്രിസ്തീയ പണ്ഡിതന്മാരില്ലാഞ്ഞതുകൊണ്ട് ചാത്തുമേനോൻ എന്ന് പറയുന്നതായ ഒരു ഹൈന്ദവ പണ്ഡിതനെയാണ് അത് എഴുതാൻ ഉപയോഗിച്ചത്. ഒരു യഹൂദ റബിയിൽ അദ്ദേഹത്തിന് ചേർത്താണ് മലയാള പരിഭാഷ, ആദ്യത്തെ 4 ഭാഷ ഈ സുവിശേഷം. പിന്നീട് ഇദ്ദേഹമാണെങ്കിൽ അന്നത്തെ കാലത്ത് വലിയ ഭക്തരാണ്, സരസ്വതി മന്ത്രമൊക്കെ ചെയ്ത് പൊട്ടുമൊക്കെ തൊട്ട് പിന്നെ അല്പം പാട്ടീസ് പഠിക്കുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ബൈബിൾ വിവർത്തനം ചെയ്തുകൊണ്ടിരുന്നു. താൻ പുതിയ നിയമത്തിലേക്ക് കടന്ന സമയത്തിൽ സുവിശേഷം വിവർത്തനം ചെയ്ത് അവസാനം പഴയ നിയമത്തിൽ ചില വിവർത്തനം ചെയ്തു. പിന്നെ കൊലോസ്യ ലേഖനത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ 1-2 അധ്യായങ്ങൾ വായിച്ചു വരുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ യേശുക്രിസ്തു ആരാണെന്ന് വെളിപ്പെട്ടു. താൻ സ്ഥാനപ്പെടാൻ തീരുമാനിച്ചു. പക്ഷേ സാഹിബ് പറഞ്ഞു, ഇപ്പോൾ പറ്റത്തില്ല, ഇത് ശരിക്കും മനസ്സിലാകണം, നിങ്ങളുടെ കുറിയും കോലും ഈ ചന്ദ്രനെല്ലാം കളയണം, പഴയ വിശ്വാസം കളയണം. അങ്ങനെ 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം സ്നാനപ്പെടുകയും ഈ തൻ്റെ ഗുരുവായ ജോസഫിൻ്റെ പേര് സ്വീകരിക്കുകയും തൻ്റെ കുടുംബാംഗങ്ങൾ ഇന്ന് അനേകരും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നടക്കുന്ന പാർട്ടികളാണ്. അപ്പോൾ നോക്കണം, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയായ ക്രിസ്തു. അപ്പോൾ അത് വചനമായി നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നു. ഹൈന്ദവ സംസ്കാരം നോക്കുമ്പോൾ ഓം, ആ ഈ ഉം, ഈ 3 സംക്ഷിപ്തങ്ങൾ. ഞാൻ വിവേകാനന്ദ പാറയിൽ പോയ സമയത്ത് അവിടെ ഒരു ധ്യാന കേന്ദ്രമുണ്ട്. അന്ന് ഞാനവിടെ ചെല്ലുന്ന സമയത്താണ് പാസ്റ്റർ ബോബി എന്നോട് പറയുന്നത്, അദ്ദേഹം സുഖമില്ല എനിക്കും കാണാൻ ചെന്നാൽ ഞാനും ബാബു ജോർജും പാസ്റ്ററും ബ്രദറും പിന്നെ ശമൂരുട്ടി ഞങ്ങൾ കന്യാകുമാരി കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് പോയ സമയത്ത് അവിടെ ചെന്നപ്പോൾ പാസ്റ്റർ ബോബി ഇന്ന് കൺവെൻഷൻ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ചേട്ടാ ഇതെന്തൊരു, കാരണം പാസ്റ്ററെ കണ്ട് കന്യാകുമാരി കണ്ട് വരുന്ന പ്രസംഗിക്കണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ടില്ല, ധ്യാനിച്ചിട്ടില്ല, വചനം നോക്കിയിട്ടില്ല. ഏതായാലും കന്യാകുമാരിക്ക് പോയി. പാസ്റ്റർ കന്യാകുമാരി കണ്ടിട്ട് ഒന്ന് പ്രസംഗിച്ചാൽ മതി, ദൈവം വചനം തന്നോളെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് കന്യാകുമാരി ചെന്നപ്പോൾ ഞാൻ നോക്കി ഓം എന്ന് എഴുതിയിരിക്കുന്ന ഒരു വലിയ അലങ്കാര ഇലുമിനേഷൻ കണ്ടു. അതിനകത്ത് വിഗ്രഹമൊന്നുമില്ല, മെഡിറ്റേഷൻ സെൻ്ററാണ്. വിവേകാനന്ദ പാറയിൽ നിന്ന് അവിടെ സ്ഥാപിച്ചിരിക്കുന്നതാണ്. വിവേകാനന്ദ സ്വാമി സ്ഥാപിച്ചതാണ്. അപ്പോൾ ഞാൻ ആ മെഡിറ്റേഷൻ സെൻ്റർ അവിടെ മുറിക്കകത്ത് കയറി 1 മണിക്കൂർ ഇരുന്നു. മറ്റാരും കയറിയില്ല, കാരണം അവർക്ക് ഇത് ഹൈന്ദവരുടെ എന്തോ ചിരിച്ചാണ്. ഞാൻ നോക്കിയപ്പോൾ പറ്റിയ സമയം. ഞാൻ നിങ്ങളെല്ലാം പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു. എന്തോ കാണാൻ ആ കടലും പറയൊക്കെ ഉള്ളൂ. ഞാൻ ഇവിടെ നിന്ന് 1 മണിക്കൂർ ധ്യാനിച്ചു, വചനമെടുത്ത് പ്രസംഗത്തുള്ള വിഷയവും കിട്ടി. പോയി ഐരേണിപുരം പോയി പ്രസംഗിക്കുകയും ചെയ്തു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ ഓം എന്ന് പറയുന്നത് ആയും സൃഷ്ടി സ്ഥിതി സംഹാരം. സൃഷ്ടിച്ചതും ദൈവം, നിലനിർത്തുന്ന ദൈവം, ന്യായം വിധിക്കുന്ന ദൈവം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ അവർ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പോൾ അങ്ങനെ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന നാം വീണ്ടും ദൈവത്തെ സ്വീകരിക്കുന്ന വചനം മൂലമായിട്ടാണ്. അവനെ കൈക്കൊണ്ട് അതിനുശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളതാണ് ഈ വീഞ്ഞിൻ്റെ അനുഭവം. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാകണം. യോഹന്നാന്റെ സുവിശേഷം 14-16 അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നു ഈ പരിശുദ്ധാത്മാവ് എന്തിന് വരുന്നു, പ്രവൃത്തി. യോഹന്നാന്റെ സുവിശേഷം 14-16. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് 2 കാര്യങ്ങളാണ്. നമ്മളെ ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുകയാണ്. അവൻ്റെ രൂപസാദൃശ്യത്തോട് നമ്മെ അനുരൂപരാക്കുകയാണ്. അതിന് സ്നാനത്തിന് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. അത് പിന്നീട് ഒരിക്കൽ നമുക്ക് സ്നാനത്തെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് ചിന്തിക്കാം. ഇന്ന് ഈ പരിശുദ്ധാത്മാവെന്ന വീഞ്ഞ് അല്ലെങ്കിൽ അഭിഷേകം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ പേര് വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് നമ്മൾ ഫിലിപ്പിയരായിട്ട് വായിച്ചത്. ഈ താഴ്ചയുള്ള ശരീരം ഇത് മോർട്ടൽ ബോഡിയാണ്, ഇത് ഡിഫൈൻഡാണ്. അപ്പോൾ അതിനെ വീണ്ടും ദൈവം ശുദ്ധീകരിച്ച് വിശുദ്ധമാക്കി തീർത്ത് രൂപാന്തര ശരീരമാക്കി മാറ്റണം. ഇപ്പോൾ പക്ഷികൾക്ക് പറക്കാൻ കഴിയും, നമുക്കെന്താ പറക്കാൻ കഴിയാത്തത്? നമ്മുടെ ശരീരം അതിനുള്ള സൂട്ടബിൾ അല്ല. നാളെ പക്ഷികളെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കത്തക്കവണ്ണം രൂപാന്തര ശരീരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതാണ് ആൽബർട്ട് ഐൻസ്റ്റൈൻ. നിങ്ങൾക്കറിയാം, യഹൂദനാണെങ്കിലും ക്രിസ്ത്യ വിശ്വാസിയാണ്. ഇന്ന് ലോകത്തിലുള്ളതായ മെയിൻ ശാസ്ത്രജ്ഞന്മാരെല്ലാം വിശ്വാസികളാണ്. ന്യൂട്ടൺ വിശ്വാസിയല്ലേ, ഐൻസ്റ്റൈൻ വിശ്വാസിയാണ്, കാറൽ മാർക്സ് വിശ്വാസിയായിരുന്നു, ഒരു പുരോഹിതനായിരുന്നു പറയുന്നത്.
പിന്നെ ചില അനീതികളൊക്കെ സാർ ചക്രവർത്തിമാരെ കാണി അന്ന് പുരോഹിതന്മാർ അവർ കൂട്ടു നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് പുള്ളിക്കാരൻ മാറി യേശുക്രിസ്തുവിൻ്റെ പോളിസി കമ്മ്യൂണിസം കൊണ്ടുവന്നത്. അപ്പോൾ ഈ യഹൂദനായ ആൽബർട്ട് ഐൻസ്റ്റൈൻ സ്ഥാപിച്ചിരിക്കുന്ന ഒരു വലിയ തത്വമാണ് ആപേക്ഷിക സിദ്ധാന്തം, റിലേറ്റിവിറ്റി തിയറി. ആ റിലേറ്റിവിറ്റി തിയറിയിൽ നമ്മൾ കാണുന്നത് ഈ = MC² എന്നാണല്ലോ അതിൻ്റെ പ്രധാനം. ഈ എന്ന് പറഞ്ഞാൽ എനർജി എങ്ങനെ ഉണ്ടാകുന്നു? വെലോസിറ്റി ഓഫ് ലൈറ്റ്. MC², മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ലൈറ്റ്. നമ്മുടെ ശരീരം മാസാണ്. അതുകൊണ്ടാണ് ഈ ശരീരത്തിൽ കറണ്ട് കയറുന്നത്, വികാരം ഉണ്ടാകുന്നതൊക്കെ മാസ്സായി ഉണ്ടാകും. അപ്പോൾ ഈ മാസിലേക്ക്, ഈ ശരീരത്തിലേക്ക് വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ വേഗത, വെലോസിറ്റി കടത്തിവിടുമ്പോൾ, അല്ലെങ്കിൽ ആ ശക്തി കടത്തിവിടുമ്പോൾ അവനിലൊരു പ്രവൃത്തി ഉണ്ടാകും, എനർജി ഫോം ചെയ്യും. അത് വചനം ഒരു പവറാണ്. അതാണ് യേശുക്രിസ്തുവിൻ്റെ വചനത്തെ നാം സ്വീകരിക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തമായി തീരുന്നത്. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ പക്ഷേ ഈ ശരീരത്തിലേക്ക് വരുമ്പോൾ ഇതിനെ ചിലപ്പോൾ താങ്ങാനൊക്കാതെ വരും. അപ്പോഴാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി വരുന്ന പോലെ. അപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷം തുള്ളിച്ചാടുകയും ഈ ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഇതിനെ അങ്ങോട്ട് ഏറ്റുകൊടുത്തന്നെ. മറ്റൊന്ന്, ഈ താഴ്ചയുടെ ശരീരത്തിൽ നിന്ന് അമർത്തിയെടുക്കണ്ടേ, തൻ്റെ ഹിതത്തിന് വേണ്ടി ഒരുക്കുന്ന ഒരു പ്രക്രിയയോടാണ് ഈ ചാട്ടം തുള്ളലും. അത് വിശുദ്ധമാണെന്ന് പറയല്ല, ഇതിനെ ഒന്ന് കീഴ്പ്പെടുത്തിയെടുക്കുക. ഈ മാംസത്തിന് ഭയങ്കര ശക്തിയുണ്ട്, അറിയാമോ? ഈ പണ്ടൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിൽ ഞായറാഴ്ചയാണ് ഞങ്ങളവിടെ മെയിനായിട്ട് തൊട്ടടുത്ത് പശുവിനെ കടിക്കുന്നത്, കാളയെ കടിക്കും. അപ്പോൾ ഞാനൊക്കെ അന്ന് ഇറച്ചിക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളായതുകൊണ്ട് ഞാൻ പോയി വാങ്ങിച്ചിട്ട് വെച്ചിട്ടാണ് പള്ളിയിൽ പോകുന്നത്. രാവിലത്തെ കുർബാന കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ തന്നെ അത് പ്രിപ്പയർ ചെയ്യും, അരിഞ്ഞു കൊടുക്കും. ഞാനും ചേട്ടായും കൂടെ അരിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഈ കരച്ചട്ടിക്കകത്ത് മാംസിങ്ങനെ പിടയ്ക്കും, അതിൻ്റെ ജരം പിടയ്ക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും മാംസത്തിൻ്റെ ശക്തി അതിലുണ്ട്. അതാണ് ഈ മാംസം എന്ന് പറയുന്നത്. കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞ പോലെ 90 വയസ്സുള്ള കിളവനച്ചാൻ ചത്താലും ചത്തു കഴിഞ്ഞ് അരമണിക്കൂറോടെ ഈ ജഡത്തിൻ്റെ ശക്തി കാണുന്നതാണ്. അവിടെ പ്രായമൊന്നും വലിയ വിഷയമല്ലെന്നാണ്. അപ്പോൾ ഇതിനെ ഒന്ന് ഒതുക്കിയെടുത്തിട്ട് ആത്മീയനാക്കി തീർക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തി ഈ താഴ്ചയുടെ ശരീരത്തെ, അപ്പോൾ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ ആ സ്വഭാവ രൂപീകരണത്തിന് വേണ്ടിയുടെ ഈ ശക്തി നമ്മൾ വ്യാപരിക്കുകയാണ്. അതാണ് ഈ പ്രവൃത്തി. രണ്ടാമത്തത് മരണശക്തിയിൽ നമ്മൾ ഉയർപ്പിക്കുകയാണ്. റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ക്രിസ്തുയേശുവിനെ മരിച്ചവനെ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ, ക്രിസ്തുയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്ത ശരീരങ്ങളെയും. അപ്പൊ നമ്മളിൽ ഈ ദൈവവചനമെന്ന വിത്ത് ഹൃദയത്തിൽ വീണതിന് ശേഷം അത് പിന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളർന്ന യേശു 30, 60, 100 പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ യെരൂശലേമിന് യോഗ്യരായി തീരുകയാണ്. അപ്പോൾ ആ വചനത്തെ നമ്മളെ തളിപ്പിക്കുകയും നമ്മളെ നടത്തുകയും ചെയ്യുന്ന മറ്റൊന്നാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇപ്പം മറിയത്തുള്ള വചനം എന്താ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അതൊരു വചനമാണ്. അതിനൊരു ശക്തി വരും. അപ്പോൾ വചനവും ശക്തിയും. ഒരു ക്രിയേഷൻ നമുക്കറിയാം. ഒരു കുട്ടി ജനിക്കണമെങ്കിൽ ഒരു സ്ത്രീയുടെ 27 ക്രോമോസോമും പിന്നെ പുരുഷൻ്റെ 27 ക്രോമോസോം കൂടി ചേർന്നാണ് ഒരു കുട്ടി ജനിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ദൈവത്തിൻ്റെ വചനമാകുന്ന ശക്തിയും പരിശുദ്ധാത്മ ശക്തിയും കൂടെ ചേർന്ന് നമ്മളെ ഉരുവാക്കിയെടുക്കുന്നതിനെക്കുറിച്ച് ലൂക്കോസ് എഴുതുമ്പോൾ അതിന് വിശുദ്ധ പ്രജ എന്നാണ്. വായിച്ചേ. 2-ാം അധ്യായം ലൂക്കോസ് 2:35 വാക്യം. നിഴലിടും. അത് ദൈവപുത്രനായി മാറും. അതാണ് ദൈവപുത്രൻ. നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ഒരു മീറ്റിങ്ങിന് IPCയിലെ ജനറൽ കൺവെൻഷൻ എന്നപ്പോൾ പറഞ്ഞു, ദൈവമക്കളുടെ മധ്യേ നോക്കണം. ഒരു ബന്ധുക്കോസുകാർ സംസാരം. അപ്പോൾ വെളിപ്പാടെന്ന് എനിക്കുണ്ട്, വചനം വായിച്ചറിവുകളുണ്ട്. ദൈവത്തിൻ്റെ മക്കൾ ആരാ? പ്രകാശം ലഭിച്ചവർ, പ്രകാശം വീണവർ. അപ്പോൾ അതാണ് ദൈവമക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാരായി തീരുന്നതിന് പരിശുദ്ധാത്മ അഭിഷേകത്താൽ നമ്മളെ പുത്രസ്വീകാരത്തിലേക്ക് നടത്തുകയാണ്. അതാണ് റോമാലേഖനം 8-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോഴേ വായിച്ചേ. 8-15 അബ്ബായ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നമുക്ക്, ദാസ്യത്വത്തിന്റെ ആത്മാവ്. മനുഷ്യരെല്ലാം ദാസന്മാരായി ജീവിച്ചൊരു കാലമാണ്. ഒന്ന് പാപത്തിന് ദാസൻ, ഒന്ന് ജഡത്തിന് ദാസൻ, ജാതിക്ക് ദാസൻ. അറിയാം, കേരളത്തിലെ പഴയ സംസ്കാരം അനുസരിച്ച് ബ്രാഹ്മണന്മാരായിരുന്നു ഏറ്റവും മുന്തിയ ജാതി.
ആ ബ്രാഹ്മണന്മാർ താഴെയുള്ളവരെല്ലാം പുറജാതികളാണ്. കേട്ടിട്ടില്ലേ? നമ്മുടെ അനിൽ കൊടുത്തോട്ടം പ്രസംഗിക്കുന്ന കൂട്ടത്തിലൊക്കെ പറയുകയാണ്. അപ്പോൾ ഓരോ ജാതിയും തനിത്തനിയായി നിൽക്കണം, ഇത്ര ഡിസ്റ്റൻസ് മാറി നിൽക്കണം. ഇവരെല്ലാം ചികിത്സിക്കണേ തന്നെ ഇത്രയും ഡിസ്റ്റൻസിൽ പോകണം. പക്ഷേ സായിപ്പ് വന്ന ക്രിസ്തീയ സായിപ്പ് നേഴ്സുമാർ വന്നപ്പോൾ അവർ ടെലസ്കോപ്പ് കൊണ്ടും തെർമോമീറ്ററും ഒക്കെ ഉപയോഗിച്ച് എല്ലാവരും ഒരുപോലെ അളക്കാൻ തുടങ്ങി. ബ്രാഹ്മണനെയും നായാടിയെയും ഈഴവനെയും പുലയരെയും എല്ലാം ഒരേപോലെ ചികിത്സിക്കാതെ വേർതിരിവില്ല. അതാണ് ക്രിസ്തുവിൻ്റെ മാർഗം. അപ്പോൾ അതാണ് ഇന്ന് ക്രിസ്തീയ മാർഗത്തിനെതിരായിട്ട് ഈ പറഞ്ഞ വൻ ശക്തികൾ ഇന്നും പ്രലോഭിച്ചുകൊണ്ടിരിക്കുക. കാരണം അവരുടെ മേധാവിത്വം നഷ്ടപ്പെടും. ക്രിസ്ത്യാനിറ്റി വളർന്നാൽ ഇന്ത്യയിലെ സവർണ മേധാവിത്വം നഷ്ടപ്പെടും, അല്ല വേറെ ഒരു കാര്യത്തിലുമല്ല. ഇവരെത്രയെല്ലാം പരിശ്രമിച്ചാലും ശരി, സത്യത്തെ മൂടി വയ്ക്കാൻ ഒക്കത്തില്ലല്ലോ. അത് വളർന്നുകൊണ്ടേയിരിക്കും. അതാണ് എൻ്റെ രഹസ്യം. അപ്പോൾ ഈ ശക്തി നോക്കണം, ഇത് മനുഷ്യൻ്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തും, അവൻ്റെ ദാസ്യത്തിൽ നിന്ന് അവനെ വിടുവിക്കും. അവരാണ് എല്ലാവരും ഒന്നായിരിക്കുകയാണ്. ഈ കേരളത്തിലെ മിഷണറിമാർ, CMS മിഷണറിമാർ കോട്ടയത്തും, LMS മിഷണറിമാർ തിരുവനന്തപുരത്തും, മലബാറിൽ ലൂതറൻ മിഷൻകാർ, പിന്നെ ബാസൻ മിഷൻകാർ, ഇവരുടെ എല്ലാം പ്രവർത്തന ശേഷമാണ് മനുഷ്യൻ ഒന്നായിരുന്നു ഭക്ഷണം കഴിക്കാനും ഒരുപോലെ. ഇപ്പം നമ്മളും അങ്ങനല്ലേ, പല ജാതി മതസ്ഥരായി നമ്മൾ ഒന്നിച്ചിരിക്കാൻ കാരണം ഈ പെന്തിക്കോസ്റ്റിൻ്റെ വ്യാപാര ശക്തിയാണ്. അത് ജാതിയും ഭാഷയും മതവും എല്ലാം മാറ്റി മനുഷ്യനെ ഏകീകരിക്കുന്നു. മാത്രമല്ല, ഇപ്പം ഞാൻ കൂടെ എൻ്റെ 18ാമത്തെ വയസ്സിൽ മദ്യപിക്കുമായിരുന്നു. 15ാമത്തെ വയസ്സിൽ ഞങ്ങൾ SLC പരീക്ഷ കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ആഘോഷിക്കാൻ ആലപ്പുഴ പോയി. എന്നൊരു ബ്രൈറ്റ് എന്ന് പറയുന്ന ഒരു പാർലറുണ്ട്, ലിക്വർ പാർലറാണ്. ഞാനാണെന്ന് ഏറ്റവും പ്രായം കുറഞ്ഞവൻ ആ ക്ലാസ്സിൽ. എൻ്റെ കൂടെ വന്നിരിക്കുന്ന 5-6 തടിമുടക്കന്മാരെല്ലാം 2-3 വർഷം തേർഡ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ ആയിട്ട് വന്ന് 10ാം ക്ലാസ്സിൽ കൂടിയവരാണ്. എന്നെ കൂടെ അവരുടെ കമ്പനി കൂട്ടി. കാരണം അവർക്ക് എന്നെ എന്തോ അവരുടെ കമ്പനി കൂട്ടാൻ ഇഷ്ടമെന്ന് വെച്ചാൽ എൻ്റെ ചില ഡയലോഗുകളൊക്കെ അവർക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനും പോയി. ഞങ്ങൾ ബ്രൈറ്റിൽ ചെന്ന് ഇതെല്ലാം കഴിച്ചു. എൻ്റെ മുന്നേ സിനിമാ തിയേറ്ററിൽ നിന്ന് ഒരു ചിരി തുടങ്ങി. ചിരി നിർത്തണ്ട, ഈ പൊട്ടന്മാരെല്ലാം ചിരിച്ച് അവിടെ കിടന്ന് ശബ്ദിക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ കുറച്ചേ കഴിച്ചുള്ളതുകൊണ്ട് പക്ഷെ അങ്ങനെ കുടി തുടങ്ങി 15ാമത്തെ വയസ്സിൽ. പക്ഷേ അത് അപകടമാണെന്ന് മനസ്സിലായി. ഏതായാലും ദൈവം യേശു ക്രിസ്തു ഒരു സുവിശേഷം ആരും പറഞ്ഞല്ലേ, എന്നെ സന്ദർശിച്ചു, ഒറ്റ രാത്രി കൊണ്ടെല്ലാം മാറ്റി പുതിയ സൃഷ്ടിയായി. അതാണ് സുവിശേഷത്തിൻ്റെ പ്രാധാന്യം. ഇതാണ് പ്രചരിപ്പിക്കേണ്ടത്. ഈ ഉപദേശമാണ് ഇന്ന് കേരളത്തിനും ലോകത്തിനും ആവശ്യം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. നിങ്ങളറിയാലോ, ചെങ്കൽ ചൂളയിലെ അനേക മനുഷ്യർ, റൗഡികളും ചട്ടമ്പികളും തോന്നിവാസം ജീവിച്ച നമ്മുടെ ഷമീർ കൊല്ലം പോലെയുള്ളതായ മനുഷ്യരുടെ സാക്ഷി കേട്ടിട്ടില്ലേ? എങ്ങനെ അവർ രൂപാന്തരപ്പെടുത്തി? ഈ അത്യന്ത ശക്തി നോക്കണം. ഈ അത്യന്ത ശക്തി വരുമ്പോൾ മനുഷ്യൻ രൂപാന്തരം ഉണ്ടാകും. അതിനെ നിങ്ങൾക്ക് ആർക്കും അടക്കി വയ്ക്കാൻ കഴിയത്തില്ല. ഒരു ഗവൺമെൻറ്റിനും ഒരു ശക്തിക്കും അടക്കി വയ്ക്കാൻ കഴിയില്ല. കാരണം അത് ഉയരത്തിലെ ശക്തിയാണ്. ആദ്യത്തെ 3 നൂറ്റാണ്ടിന് മേളിൽ 3.5 നൂറ്റാണ്ടോളം റോമൻ ഗവൺമെൻറ് 10 സാമ്രാട്ടുകൾ അല്ലെങ്കിൽ എംപയർമാർ, ചക്രവർത്തിമാരും പിന്നീട് വന്ന പലരും ഇസ്ലാമിക സാമ്രാജ്യവും ഒക്കെയും ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്നും ഈ സത്യം മേളിൽ തന്നെയാണ്. കാരണം സത്യം ഒരിക്കലും മൂടി വയ്ക്കാൻ ഒക്കത്തില്ല. പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു, വാട്ട് ഈസ് ട്രൂത്ത്? യേശു, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കാൻ വന്നതാണ്. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പം ആ സത്യം ഒരു ഗവൺമെൻറ്റിനും ഒരു കാലത്തേക്ക് മറയ്ക്കാവുന്നുള്ളേ ഉള്ളൂ, പക്ഷെ മറയ്ക്കാനൊക്കത്തില്ല. തൊണ്ടി മുതൽ പോലെയാണ്, എന്നാലും വെളിപ്പെടേണ്ടി വരും. അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മ ശക്തിയാൽ വിശുദ്ധ പ്രജയെ ഉരുവാക്കിയാണ്. മനുഷ്യൻ്റെ ദാസ്യത്വം, ജാതി, മത, ഭാഷ വ്യത്യാസം എല്ലാം മാറുകയാണ്. വായിച്ചേ, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അപ്പ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ. നിങ്ങൾക്കറിയാതെ ആരംഭകാലത്തിൽ അമേരിക്ക സ്ഥാപിതമായ കാലത്തിൽ പിൽഗ്രിം ഫാദേഴ്സ് അവരിങ്ങളിൽ നിന്ന നല്ല വിശ്വാസികളെ കൊണ്ടാണ് ആ അമേരിക്കൻ രാജ്യം കെട്ടിപ്പെട്ടത്. അമേരിക്കയിലെ ജനങ്ങളെ ശ്രദ്ധിച്ചെന്താ, ഇനി ഒരു ബാങ്കിലെ ഏറ്റവും വലിയ മാനേജറാണെങ്കിൽ പോലും അവിടുത്തെ പിയോണ് രാവിലെ നടക്കാൻ ജോഗിങ്ങിന് പോകുന്ന സമയത്ത്, പിയോൻ്റെ പേര് മാത്യു എന്നിരിക്കട്ടെ, മാനേജർ ജോൺ, ഇവരവിടെ എത്രയോ വ്യത്യാസത്തിൽ ജീവിക്കുകയാണ്. പക്ഷേ നടക്കാൻ പോകുന്ന സമയത്ത് മാനേജർ ജോൺ ഈ പിയോനെ കണ്ടാൽ എന്ത് ചെയ്യും? ഓ ഹലോ മിസ്റ്റർ മാത്യു, ഹൗ ആർ യു? എവിടെ നിന്ന് കിട്ടിയ കൾച്ചർ? ഇവിടെ ഉണ്ടോ? ഇന്ത്യയിലുണ്ടോ? അത് ഇന്ത്യയിൽ ഇപ്പോഴും വേറുകൃത്യങ്ങളെ കാണിച്ചു കൊടുത്ത് വലിയവരാകാൻ ശ്രമിക്കുന്നവരാണ്. എവിടെയും ആത്മീയ കുളത്തിലതുണ്ട്.
അതിനെല്ലാം മാറ്റിയതാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ജാതി മത ഭാഷ വ്യത്യാസമല്ലേ. ക്രിസ്തീയ മതങ്ങളെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം, പക്ഷെ ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കാരണം ക്രിസ്തുവില്ല, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മുടെ ഈ താഴ്ചകൾ ശരീരത്തെ ഉയർപ്പിക്കുന്നു. 2, ഈ മരണത്തിന് അധീനമായ ശരീരത്തെ വിടുവിച്ചിട്ട് മരണത്തിന് നമുക്ക് ജയം തരുന്നു. കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ അവിടെ അപ്പോസ്തലൻ പറഞ്ഞു, ഹേ മരണമേ നിന്റെ ജയം എവിടെ? മരണത്തിന് വിഷമുള്ള പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ചെയ്യും 55-ാം വാക്യം. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തി ഒരു ന്യായപ്രമാണം. ഞാൻ പറഞ്ഞല്ലോ, ഈ മാസം എന്ന് പറഞ്ഞ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ വചനമാകുന്ന ജീവനും വെളിച്ചവും പരിശുദ്ധാത്മ ശക്തി കടന്നു പോകുമ്പോൾ അവിടെ എനർജി ഫോം ആകും. അതാണ് E=mc², മാസ് ഇൻറ്റു വെലോസിറ്റി ഓഫ് ലൈറ്റ്. അതാണ് ഐൻസ്റ്റീൻ സ്ഥാപിച്ചത്. ഐൻസ്റ്റീൻ്റെ ആ പുസ്തകത്തിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, മനുഷ്യൻ പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാലം വരും. ഇത് ഈ വെളിപ്പാട് എഴുതിയതാണ്. മനുഷ്യൻ പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന കാലം വരുമ്പോൾ നോ മോർ ഡെത്ത്, പിന്നെ മരണമില്ലെന്നാണ്. അതാണ് യേശു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ, യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ 15-ാമത്, എന്നിൽ വിശ്വസിക്കുന്നവൻ, തൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് വിശ്വസിക്കുന്നതിന് ആരും ഒരു നാളും. ഇന്ന് പെന്തിക്കോസിലെ പുതിയ തലമുറയ്ക്ക് പലർക്കും ഇത് വെളിപ്പാടില്ല. പുതിയ തലമുറയല്ല, പലരും പഴയ തലമുറ പോലും അവരും ആ പെന്തിക്കോസിൻ്റെ ബാനറിലൂടെ ഒന്ന് കൈയടിച്ച് ഇങ്ങനെ താഴ്ച വിളി പോയതല്ലാതെ വചനവും ആത്മാവും അകത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ സന്തതികളും അവരും കാത്തിരിപ്പ് യോഗത്തിനും പലർക്കും വേണ്ട, സിനിമയും കണ്ട് TV കണ്ട് ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ട് കാര്യം അതിൻ്റെ രോഗിയാകുക, പിന്നെ അലസരായി തീരുക. അവരുടെ സന്തതികളും അതുപോലെ അങ്ങ് തീരുകയാണ്. നോക്കണം, പെന്തിക്കോസുകാരെയാണ് ഈ പറയുന്നത്. അവർക്ക് ആത്മീയമായ സന്തോഷം ഇല്ലാത്തതിൻ്റെ കാരണം ഇന്നും ഇതല്ലേ കാണുന്നത്. ഈ ചപ്പൻ ചവറും കണ്ട് മനസ്സ് നിറയ്ക്കും. പിന്നെ എങ്ങനെ ഉത്സാഹം വരും? പഠിക്കാനും ഇഷ്ടമില്ല. പിന്നെ കുറേ കഴിയും മയക്കുമരുന്ന്, കഞ്ചാവ്, ലോകമനുഷ്യൻ പോകുന്ന പോലെ പെന്തിക്കോസിന് പലരും പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഉത്തരവാദിത്വം മാതാപിതാക്കന്മാർക്കും ഉണ്ട്. അവർ കൈപിടിച്ചുകൊണ്ട് വരണ്ടേ? പണ്ട് അങ്ങനല്ലേ, പിള്ളേരെ കൈപിടിച്ചുകൊണ്ട് മീറ്റിങ്ങിന് വരും, പ്രാർത്ഥനയ്ക്ക് വരും, വചനം കേൾക്കാൻ വരും. ഇത് അവരെ അഴിച്ചു വിട്ടിട്ട് ഇവർ തോന്നി ആവശ്യം പോകും. പിന്നെ എങ്ങനെ ഗുണം പിടിക്കാൻ ഇതൊക്കെ? അതുകൊണ്ട് ഇനിയുമുള്ള കാലത്തിൽ തിരിച്ചറിവുള്ളവരായി ഈ സത്യത്തിന് വേണ്ടി നിലനിൽക്കുക. ഞങ്ങളൊക്കെ വരുത്തന്മാരല്ലേ, നിങ്ങൾ അടിസ്ഥാന പെന്തിക്കോസുകാരെന്ന് പറയുകയും നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങളിന്ന് ഒരു പാഠം പഠിക്കാനുമില്ല പുതുതായിട്ട് വരുന്ന വിശ്വാസികൾക്ക്. പക്ഷേ കീർവാണം കത്തിക്കാനും പാരമ്പര്യം പറയാനും നിങ്ങളിൽ പലരും മിടുക്കന്മാരാകും. പറഞ്ഞ് അവസാനം താഴോട്ട് മൂക്കുകുത്തുക. അതുകൊണ്ട് ഈ പാരമ്പര്യം, പഴക്കവും കുടുംബശ്രേഷ്ഠയെല്ലാം മാറ്റി വെച്ചിട്ട് ഈ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുക. ആ ശക്തിയാണ് കാത്തിരുന്ന് പ്രാപിക്കേണ്ടത്. അതുകൊണ്ടാണ് യെശയ്യാ 40 വായിക്കുമ്പോൾ, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. വായിച്ചേ 31-ാം വാക്യം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പക്ഷി രൂപാന്തരം പ്രാപിച്ചില്ലെങ്കിൽ ആ ശരീരം പോലെ അതിനെ ഏറ്റവും കൂടിയ കഴുകനാണ്. ഇതുപോലെ മനുഷ്യൻ്റെ ശരീരത്തിൽ ഈ ശക്തി വ്യാപരിച്ചുകൊണ്ടേയിരിക്കണം. പെന്തിക്കോസുകാരെന്ന് പറയുന്നത് പാരമ്പര്യം കൊണ്ടല്ല. നിങ്ങളിവിടെ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടുമാകുന്നില്ല, ഇവിടുത്തെ സഭയുടെ രജിസ്റ്റർ പേര് കിട്ടിക്കൊണ്ടാകുന്നില്ല. ഈ ഉയർപ്പിക്കുന്ന വ്യാപാര ശക്തി നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ കാഹളത്തിലേക്ക് രൂപാന്തരപ്പെടുകയുള്ളൂ. കഴുകൻ പറക്കുന്ന പോലെ കാഹള ശബ്ദം ധരിക്കുമ്പോൾ നിങ്ങൾക്ക് പറക്കാൻ സാധിക്കും. ആ ശക്തിയില്ലെങ്കിൽ ഈ പറഞ്ഞെല്ലാം ഇവിടെ കിടക്കേണ്ടി വരും. യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കും, നിങ്ങൾ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ഓടുകയും. എന്തുകൊണ്ട് ക്ഷീണിച്ചു പോകുന്നു? പെന്തിക്കോസുകാർ പ്രായം ചെന്നുകൊണ്ടല്ല. എത്രയോ പ്രായം ചെന്നതിനെ കണ്ടുണ്ട്. ഞങ്ങളുടെ നെടുമുടി സമയത്ത് 2 അച്ചായന്മാരുണ്ടായിരുന്നു. ഒന്ന് 102 വയസ്സുള്ള കറിയാച്ചായൻ, ജയ്ബോയ് പാസ്റ്ററുടെ അപ്പൻ. മറ്റൊന്ന് ചെറിയാച്ചായൻ. അവരാ മരിക്കുന്നത് വരെയും എന്നെ പവറാണെന്നറിയാവോ, എന്തോ ഒരു പ്രത്യാശ. ആ കറിയാച്ചായൻ്റെ ഒരു മാസത്തിന് അല്ലേലിയ കേൾക്കുമ്പോൾ ജനം ഒന്ന് ഉണരും. ആ ശക്തിയെ കളയരുത്. ചുമ്മാ വേഷമൊക്കെ മാറ്റിയിട്ട് ദൈവത്തിനെ കാത്തിരുന്ന് കുറ്റങ്ങളെ ഏറ്റു പറഞ്ഞിട്ട് അവൻ്റെ ശക്തിയെ പ്രാപിക്കാൻ നോക്കണം. തീമോഥെയോസ് പറഞ്ഞ ശക്തിയെ ത്യജിച്ച് ഒരു ഭക്തിയുടെ വേഷം. ഞായറാഴ്ച എല്ലാവരും വെള്ളയായിരിക്കണം, വെള്ളം നല്ലതാണ്. മുടി പറ്റേ വെട്ടിയിരിക്കണം, മീശ പിടിക്കണം, ഇതൊക്കെ ചില ഭാഷന്മാർ നിർബന്ധം പറയുന്നത്. അവന് ശക്തിയുണ്ടോ, അഭിഷേകമുണ്ടോ, വചനമുണ്ടോ എന്നുള്ള വിഷയമല്ല. നീ കണ്ടാൽ പെന്തിക്കോസുകാരനായിരിക്കണം. പെന്തിക്കോസിൽ ആത്മാക്കളില്ലെങ്കിലും ബോർഡ് 36 അടി നീളത്തിൽ വെച്ചേക്കണം. അതാണ്
എന്നോട് ഒരാൾ പറഞ്ഞ പാസ്റ്റർ ഇത്രയും വലിയ ഫെയ്ത്തുമായിട്ട് ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു വലിയ ബോർഡ് അങ്ങോട്ട് വയ്ക്കുക. ഈ ബോർഡ് വെച്ചിട്ട് എന്ത് കൊടുക്കുക? എടാ ശക്തി പ്രാപിക്കും വന്നോളും, മനുഷ്യർ വരുന്നത് ഇല്ല, ബോർഡിലല്ല. ഇന്ന് അതൊക്കെയാണ് മനുഷ്യൻ. വലിയ ബോർഡ് വെക്കണം, നമ്മൾ സാധാരണക്കാരല്ല, പുതിയ സ്ഥലം വാങ്ങിച്ച് അവിടെ വലിയ ബോർഡ് വെക്കണം. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഈ അന്ധകാര ശക്തിയിൽ നിന്ന് നിങ്ങൾ പെന്തിക്കോസുകാർ വിടുതൽ പ്രാപിക്കാത്ത, അപ്പോഴല്ലേ നാട്ടുകാർ വിടുതൽ പ്രാപിക്കും. ഈ ശക്തിയെ ത്യജിക്കരുത്. ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് ശക്തിയെ ത്യജിക്കുന്നവരായിത്തീരരുത്. ആ ശക്തിയാണ് ഐൻസ്റ്റീൻ പറഞ്ഞത് പ്രകാശത്തിൻ്റെ വേഗതയിൽ. അതുകൊണ്ട് യേശു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം, ആ വെളിച്ചത്തോടു കൂടി നടക്കണം. ആ വെളിച്ചമായി തീരണമെങ്കിൽ വെളിച്ചമായ വചനത്തോട്, ആരാ? ക്രിസ്തു വചനം. ക്രിസ്തുവിനോട് സഞ്ചരിക്കാവുന്ന വചനമാണ്. ക്രിസ്തു സംസാരിക്കുന്ന വചനത്തിൽ കൂടിയാണ്, അല്ലാതെ സംസാരിക്കും. ഈ ബന്ധം നഷ്ടപ്പെടുത്തരുത്. അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തിൻ്റെ സമൃദ്ധി നമുക്കുണ്ടാകുന്നത്. വായിച്ച് യോവേൽ പ്രവചനം 3:18 വായിച്ച്. യോവേൽ പ്രവചനം 3:18. അക്കാലത്തിൽ പർവ്വതങ്ങൾ ദ്രാക്ഷരസത്തെ പൊഴിയും. പർവ്വതങ്ങൾ ദ്രാക്ഷരസത്തെ പൊതിയും. മണികൾ പാലായി ഓടും, യൂദാവിൻ ആറുകളെല്ലാം പ്രവാഹിത്ത് ഓടും. ദ്രാക്ഷരസം പാലും ഇല്ലേ? പാലും ഇല്ലേ? രണ്ടുമുണ്ട്. വായിച്ച്. ഒരു ഊറ്റ് കർത്തരുടെ ആലയത്തിൽ നിന്ന് പുറപ്പെട്ട് ഇല്ല. അക്കാലത്തിൽ പർവ്വതങ്ങൾ ദ്രാക്ഷരസത്തെ പൊഴിയും. പർവ്വതങ്ങൾ വീഞ്ഞിനെ മലയാളത്തിൽ വായിച്ച്. പുതുവീഞ്ഞ് പൊഴിക്കും. അടുത്തത് ഇത് 1000 വർഷ ഭരണത്തിൽ ഇസ്രായേലിൽ നടക്കേണ്ട കാര്യമാണ്. ഇത് 1000 വർഷ ഭരണത്തിൽ ഇസ്രായേലിൽ പാലും തേനും വീഞ്ഞിൻ്റെ സമൃദ്ധിയായിരിക്കും. പാലും തേനും ഒഴുകുന്ന സ്ഥലം. ഇപ്പം തന്നെ ഇസ്രായേലിൻ്റെ കണക്കനുസരിച്ച് വലിയ തേനീച്ചക്കൂട്ടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തേൻ അവിടെ വന്നുകൊണ്ടിരിക്കുക എന്നാണ്. പശുക്കൾ, ഒരു പശുവിന് 60 ലിറ്റർ 70 ലിറ്റർ പാലാണ്. അന്ന് ഒരു വീട്ടിൽ ഒരു പശുവിനെ കറക്കും, തൈരും കൊറ്റും എല്ലാം കഴിച്ചാലും ബാക്കി വീതിയാണത്. എന്നാണ് ന്യൂസ് ഫ്രം ഇസ്രായേൽ ഞാൻ വായിച്ചതാണ്. ആ പാലൊഴുക്കാൻ, പാല് വേണ്ട എല്ലാ വീട്ടിലും ഉണ്ടല്ലോ, അതിനൊരു ഓട ഉണ്ടാക്കുന്ന പറഞ്ഞു. പാല് തന്നെ ഒഴുകാൻ, നമ്മുടെ ഇവിടെ വേസ്റ്റ് ഓടുന്ന പോലെ പാലൊഴുക്കാൻ, പാലും തേനും നോക്കണം. 2 വീഞ്ഞും. ഇതേ കാണിക്കുന്നു. ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും. പ്രിയരെ, ഇത് ആത്മീയമായി 1000 വർഷ ഭരണത്തിൽ നടക്കാൻ പോകുമ്പോൾ അതിൻ്റെ ആത്മീയ പ്രവചനം നമുക്കുണ്ട്. അതുകൊണ്ട് ഏഷ്യ 32-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഒരു വായിക്കാം. അതിന് ശേഷം ഞാൻ ഉയരത്തിലും ഏഷ്യ പ്രവചനം 32-ന്റെ 15-ാം വാക്യം ഫോളോപോളസ്. പിന്നെ വായിക്കേ. വിൽഡർനെസ് ബി ഫ്രൂട്ട്ഫുൾ. നോക്കണം, മരുഭൂമി ചെളിപ്പായി, മലയാളത്തിൽ ഉദ്യാനമായി മാറുന്നതാണ്. ഇംഗ്ലീഷ് വായിച്ച്. ഫോറസ്റ്റ് മലയാളം വായിച്ചേ. ഉയരത്തിലെ ആത്മാവ് നമ്മളിൽ വരുമ്പോൾ ഉദ്യാനം. അപ്പൊ ആത്മീയ വശത്തിന്റെ ആദ്യത്തെ ഭാഗമാണ് ഉദ്യാനം. ഉദ്യാനത്തിൽ എന്തുണ്ട്? പുഷ്പങ്ങളുണ്ട്, ഫ്രൂട്ട്സുകളുണ്ട്. അതാണ് ദൈവരാജ്യത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ഒരു ദൈവ പൈതൽ ഉദ്യാനമായി മാറുകയാണ്. ഉദ്യാനത്തിൽ എന്തുണ്ട്? നല്ല സന്തോഷമുണ്ട്, അവിടെ സൗരഭ്യമുണ്ട്. അതാണ് ക്രിസ്തുവിൽ ഞങ്ങളെ രക്ഷിക്കപ്പെടുന്നവരുടെയും നശിച്ചു പോകുന്നവരുടെയും ക്രിസ്തുവിൽ സൗരഭ്യവാസനയുള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥമായ ഒരു ദൈവ പൈതൽ മാനസാന്തരപ്പെട്ട് അഭിഷേകം പ്രാപിക്കുന്നതോടുകൂടി അവർ ആ വീടിന്, ദേശത്തിന്, സഭയ്ക്ക് സൗരഭ്യമുള്ളവരായി തീരുകയാണ്, ഉദ്യാനമായി തീരും. അതാണ് കർത്താവ്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യഹൂദയിലും യെരുശലേമിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാക്കി. അടുത്ത വനമായി തീരുമാനിച്ചേ. വനത്തിൽ എന്തുകൊണ്ട്? ഒരുപാട് നിക്ഷേപങ്ങളുണ്ട്. വനം കൊള്ളഞ്ഞു കേട്ടിട്ടില്ലേ? വനത്തിലാണ് ഉദ്യാനത്തെക്കാൾ വലിയ സമൃദ്ധി. അത് സമൃദ്ധിയെ കാണിക്കുകയാണ്. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ ജീവനുണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകുവാനും. ഇതാണ് ദൈവമക്കൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അവിടെ കൊണ്ട് കുഴിച്ചുമൂട്ടേണ്ടതല്ല. ഒരിക്കലും അഭിഷേകം പ്രാപിച്ച് ചിത്തത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല, അതിൽ വളരണം. ആ ശക്തിയെ പ്രാപിച്ച് വീണ്ടും വചനം പ്രാപിച്ചു വനം വളർന്നു വരുമ്പോൾ നിങ്ങൾ വനമായി തീരും. അതായത് നിങ്ങളുടെ പേര് പ്രസിദ്ധമായിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി പല മണ്ഡലങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കും. മുഴുവൻ ലോകത്തും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെന്നെത്തത്തക്കൊണ്ട് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഉദ്യാനം വനമായി തീരും. പിന്നെ മരുഭൂമിയിൽ ന്യായം വസിക്കും. പിന്നെ
നീതി പാർക്കും. നീതിയും ന്യായവും സിംഹാസനത്തിന് ആധാരം. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഭദ്രത, ഒരു കുടുംബത്തിൻ്റെ ഭദ്രത, ഒരു വ്യക്തിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് നീതിയും ന്യായമായിരിക്കണം. നീതി ന്യായമില്ലാതെ ആര് പ്രവർത്തിച്ചാലും അത് അവസാനം ഗതികേട്ടായിത്തീരും. അത് വ്യക്തികളായാലും കുടുംബമായാലും പാസ്റ്റർമാരായാലും സമൂഹമായിരുന്നാലും നീതി ന്യായം വിട്ടുകളായിരുന്നു. അതുകൊണ്ടാണ് സിയോന്റെ ഈ മൂലക്കല്ലായ ക്രിസ്തുവിൻ്റെ സഭ ഉണ്ടാകുമ്പോൾ അവിടുത്തെ യെശയ്യാ 28:17 വായിക്കുമ്പോൾ 16-17 വായിച്ച്, അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്യുന്ന കല്ലും വിലയേറിയ മൂലക്കല്ലുമായ ഒരു അടിസ്ഥാനം അത് കർത്താവായ യേശു ക്രിസ്തുവാണ് ഉറപ്പുള്ള കല്ല്. അടുത്ത് വിശ്വസിക്കുന്നവൻ ഓടിപ്പോയില്ല, ന്യായത്തെ അളവ് ചരട്. മേസ്രിമാർ പണി നോക്കിയിട്ടില്ലേ? പണ്ടൊക്കെ ഓരോ കല്ലും അളവ് ചരട് വെച്ചാണ്. ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടത് മേസ്രിമാരുണ്ട്. അവർ വീട് പണിയുമ്പോൾ എല്ലാം ചരട് പിടിച്ചാണ് വയ്ക്കുന്നത്. ഇന്നുണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ ചരടും ന്യായത്തെ അളവ് ചരടും പിന്നെ നീതിയെ തൂക്കിട്ട്. അപ്പൊ നീതിയെ ന്യായമില്ലാത്തൊരു പ്രവൃത്തി ദൈവത്തിന് നിലനിൽക്കില്ല. അത് പാസ്റ്റർമാരുടെ ആയാലും വിശ്വാസികളായാലും ഗവൺമെന്റിന്റെ ആയാലും ശരി, ആരുടെ ആയാലും നീതിയും ന്യായവും അവന്റെ സിംഹാസനത്തിന് ആധാരമെന്ന് ദാവീദ് സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. 89:14 വായിക്കാം. നീതിയും ന്യായവും എന്റെ സിംഹാസനത്തിന്. അപ്പൊ VT സതീശനായിരുന്നാലും ശരി, പ്രധാനമന്ത്രി മോദിജി ആയിരുന്നാലും ശരി, ആരായിരുന്നാലും ശരി, തൻ്റെ രാജ്യത്തിന് നിലനിൽക്കണമെങ്കിൽ അവൻ്റെ സിംഹാസനത്തിന് നീതിയും ന്യായം ഉണ്ടായിരിക്കണം. നീതി ന്യായം സിംഹാസനത്തിന്. ശലോമോൻ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു സിംഹാസനം പെടുന്നുണ്ട്. 1 രാജാക്കന്മാർ 10-ാം അധ്യായത്തിൽ അത് വായിക്കണ്ട. അതിന് 2 കൈപ്പടി വെച്ചിട്ടുണ്ട്, 12 സിംഹങ്ങൾ. അത് പിന്നീട് ഒരിക്കൽ നമുക്ക് വിവരിക്കാം. ആ 2 കൈപ്പടി എന്ന് പറയുന്നത് ഇതേ കാണിക്കുന്നു, നീതിയും ന്യായവും കൈവയ്ക്കുന്ന സ്ഥലമാണ്. അപ്പോൾ രാജാവിൻ്റെ പ്രവൃത്തിയിൽ അത് നീതിയും ന്യായമുള്ള സിംഹാസനമായിട്ടാണ് അതിനെ പണിതിരിക്കുന്നത്. 12 സിംഹങ്ങൾ. അത് നമ്മുടെ ഉപദേശം പറഞ്ഞ അപ്പോസ്തലന്മാർ കാണിക്കുന്നതൊക്കെയാണ്. ഇനിവേ, അപ്പോൾ നീതിയും ന്യായവും ഇവിടുത്തെ പറയുന്നത് അത് ഉദ്യാനം വനമായും തീരും. അടുത്തത് വായിക്കാം. യെശയ്യാ 32 വനമായി തീരും. അടുത്തത് ന്യായം വസിക്കും, നീതി പാർക്കും. നീതിയുടെ പ്രവൃത്തിയോ അവിടെ വിഷയം വാചകം അടിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ. വിലക്കാരെ, വിശ്വാസികളെ, പാസ്റ്റർമാരെ, വിശ്വാസികളെ, രാഷ്ട്രീയക്കാരെ, നിങ്ങളുടെ വാചകങ്ങളൊന്നും നിങ്ങളെ രക്ഷിക്കുകയില്ല. നിങ്ങളുടെ പ്രവൃത്തിക്ക് അടിസ്ഥാനം ഉണ്ടായിരിക്കണം. നീതിയും ന്യായമുണ്ട്. അവിടെ വർണ്ണവിവേചനമോ സ്വന്തക്കാരോ ചാർച്ചക്കാരോ നോക്കി നിങ്ങൾ ചെയ്യാൻ പോകരുത്. തൂക്കേട്ട പിടിക്കണം. എന്താ തൂക്കേട്ട? ന്യായത്തെ അളവ് ചെയ്തിടും, നീതിയെ തൂക്കേട്ടയുമാക്കി വെച്ചിരിക്കുന്നു. ഏതൊരു പ്രവൃത്തിയിലും നമ്മൾ ചെയ്യുമ്പോൾ നീതിയും ന്യായം അല്ലെങ്കിൽ അത് നിലനിൽക്കത്തില്ല. ഇവിടെ അടുത്തായിട്ട് വായിച്ചേ, നീതിയുടെ പ്രവൃത്തി സമാധാനം. അങ്ങനെ നീതിയോടെ ചെയ്ത് പ്രവർത്തിച്ച് അവസാനിക്കുന്നവരാണ് സമാധാനത്തോടെ പിരിയാൻ കഴിയുന്നത്. സങ്കീർത്തനം 37-37 വാക്യമുണ്ട്. മാർക്ക് ദി പെർഫെക്റ്റ് ബൈ. ഇംഗ്ലീഷ് വായിച്ച്, ബിഹോൾഡ് ദി അപ്രൈറ്റ്, ദി എൻഡ് ഓഫ് ദി മാൻ വിൽ ബി പീസ്. മലയാളത്തിൽ വായിച്ച് സമാധാന പുരുഷന് സമൃദ്ധി ഉണ്ടാകുന്നതാണ്. തമിഴ് മലയാളം വായിച്ചാ 37 സങ്കീർത്തനം 37-37. Mark the perfect man, behold the upright, the end of the man will be peace. നിങ്ങൾക്ക് സമാധാനമായിട്ട് പിരിയണോ? വേഷവും അഭ്യാസമൊക്കെ താത്തി വെച്ചിട്ട് ദൈവം ഒരു നീതി നിഷ്കളങ്കമായ മനസ്സുണ്ടാക്കിയെടുക്കുക. ഇവിടെ കാണുമ്പോൾ ഒരു മനസ്സ്, അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു സഭ വരുമ്പോൾ ഒരു മുഖം, കവല ചെല്ലുമ്പോൾ വേറെ മുഖം, ഇപ്പുറത്ത് കുടുംബക്കാരടുത്ത് വേറെ ഇല്ലും. ഇതൊന്നും നിലനിൽക്കുന്നതല്ല, ഇതൊക്കെ തള്ളിപ്പോവും. അതുകൊണ്ട് പിൻപറ്റുക ആരെ? മാർക്ക് ദ പെർഫെക്റ്റ് മാൻ. ആരാ പെർഫെക്റ്റ് മാൻ? ക്രിസ്തു. അപ്പോൾ ക്രിസ്തു എന്ന് അടിച്ചോട് നമുക്കൊരു മാതൃകയാക്കി വെച്ച് പൗലോസ് പറയുന്നു. ആ മാതൃകയെ പിൻപറ്റി അവൻ്റെ ദിവ്യ സ്വഭാവത്തിൽ കുട്ടാളാകുവാൻ ദൈവം നമുക്ക് സഹായിയായി തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും. ഇത് നഷ്ടപ്പെടാതെ അവസാനം വരെയും സൂക്ഷിച്ചുകൊണ്ട് പോവുക. അതിനെപ്പറ്റി കർത്താവ് തന്നെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനും. 67-ാം വാക്യം 63-67 ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ജീവൻ, വചനം, ആത്മാവ്. അതുപോലെ തന്നെ ഹഗായി 2:5 വായിക്കുമ്പോൾ, നിങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് നിങ്ങളെ നടത്തുന്ന എൻ്റെ വചനവും എൻ്റെ ആത്മാവും നിങ്ങളുടെ മധ്യമുണ്ട്. ഹഗായി 2:5 വായിച്ച്. അപ്പം ഈ വചനവും ആത്മാവിനും വിട്ടുകളഞ്ഞിട്ട് പഴക്കവും പാരമ്പര്യങ്ങളും ഒരൊറ്റ വിശ്വാസക്കരയ്ക്ക് പോകത്തില്ല. നിങ്ങൾക്ക് ഇവിടെ വന്ന് വേഷം കാണിക്കാം,
ഞങ്ങൾ ഈ വിശ്വാസം വേണ്ടി പിടിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു ദിവസം പരസ്യമായി പോകും. കാരണം എന്താ? അത് ഒരു ദിവസം കൊണ്ടല്ല, അത് പല ദിവസങ്ങളും നിങ്ങൾ രഹസ്യമായി ഇതിനെ അഡിക്റ്റായി ഒരു ദിവസം പരസ്യമായപ്പോൾ എത്രയോ, ഒറ്റ ദിവസം കൊണ്ടല്ല. അത് ഏത് കാര്യമായാലും ശരി, വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കുന്ന നാം രഹസ്യമായ അശുദ്ധി എഴുതി ജീവിക്കുമ്പോൾ ഇവിടെ ഒരു വിശുദ്ധി കാണിച്ചാൽ ഒരു ദിവസം നമ്മൾ അറിയാതെ അകപ്പെട്ടു പോകും. ദൈവിക രോഗശാന്തി നിൽക്കുന്ന ഒരാൾ അങ്ങനെ അടിസ്ഥാനം നിൽക്കുന്നവൻ വീഴത്തില്ല. ഇത് ഇടയ്ക്ക് ഇങ്ങനെ വിശ്വാസം കളഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ പരിപാടികൾ നടത്തി പതുക്കെ നമ്മുടെ മനസ്സിനെ കീഴ്പ്പെടുത്തും. ഒരു ദിവസം പരസ്യമാകും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് തെറ്റൊന്നുമല്ല. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, അത് തെറ്റല്ല. പക്ഷേ യഥാർത്ഥ ശരിയിലേക്കാണ് നമ്മൾ വരാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അത് ഞാനും വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, ഈ പ്രസംഗിക്കുന്നത് ഞാനും എത്തിയാൽ നല്ലതാണ്. അതുകൊണ്ട് പ്രിയരെ വായിച്ച് കേട്ടിയോ, നിയമത്തിന്റെ വചനം ഓർപ്പിൻ. അപ്പൊ ഈ നാളുകളിൽ പെന്തക്കോസ്തരുടെ വ്യാപ്തിയല്ല, ആ പേരും പ്രശസ്തിയല്ല, നിങ്ങളോട് ദൈവം ചെയ്ത നിയമത്തിന്റെ വചനം സ്നാനത്തിൽ. ആ സ്നാനത്തെ പറ്റി നമുക്ക് അടുത്ത ദിവസം ഒരു ദിവസത്തെ പറ്റി ഡീറ്റെയിൽസ് പറയാം. നിയമത്തിന്റെ വചനം ഓർപ്പിൻ. പിന്നെ എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ. അതുകൊണ്ടാണ് ഈ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എഫേസ്യർ 4:30. കാരണം എവനാലല്ലോ വീണ്ടെടുപ്പ് നമുക്ക് വെച്ചിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ട് പോയാൽ നമുക്ക് വീണ്ടെടുപ്പ് നഷ്ടപ്പെടും. പിന്നെ വേഷം കാണിച്ച് ജീവിക്കാം. വായിക്കാം. മുദ്രയിട്ടിരിക്കുന്നത് എല്ലാ കയ്പും കോപവും ക്രോധവും നമുക്ക് വീണ്ടും നമുക്ക് ദൈവത്തിലേക്ക് വരാം. കർത്താവേ, എന്നെ ഒന്ന് അഭിഷേകം ചെയ്യണമേ. വീണ്ടും ഈ താഴ്ചയുള്ള ശരീരം തൻ്റെ മഹത്വമുള്ള ശരീരത്തിൽ അനുഭവമായി രൂപാന്തരപ്പെടുത്തണമേ. കർത്താവേ, എന്നെ ഉയർപ്പിക്കുന്നതിൻ്റെ വ്യാപാര ശക്തി മരണത്തെയും പാപത്തെയും നീക്കി ജയം പ്രാപിക്കുന്ന ജയത്തിൻ്റെ ആത്മാവിനെ വ്യാപരിക്കട്ടെ. രൂപാന്തര ശരീരത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. എൻ്റെ ശരീരത്തിലേക്ക് ഇതിൻ്റെ ശക്തി വ്യാപരിപ്പിക്കണമേ. നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങളിൽ എനിക്ക് വീട് തരണമേ. അഭിഷേകത്താൽ എല്ലാ മുഖത്തടികളും മുടിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. ഓ ദിബബവര സംഖ്യബലബല കഫിബലബലബിയാ. യേശുവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാതാന്യ ശക്തിയെ ധീരതയോടും അഭിഷേകം ചെയ്തേ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സാതാന്യ ശക്തിയെ കൃപകളും വരങ്ങളും Jesus, power, the name of Jesus, the power of losing the Holy Spirit in the name of Jesus. Our Lord, Son of Allah, in the name of Jesus, the power. Hallelujah, 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 hallelujah. പരിശുദ്ധാത്മാവേ ശക്തി പകരുന്നേ. ശക്തി പകരുന്നേ.
Yes, hallelujah. Oh, power. യേശുക്രിസ്തു പാപികളെ, യേശുക്രിസ്തു പാപികളെ, യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ, യേശുക്രിസ്തു രാജാവായി, യേശുക്രിസ്തു രാജാവായി നിന്റെ ദൈവത്തെ എതിരേൽക്കുവാൻ,